ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ സായിദേവായ. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. നമ്മള് സനാതന കഥാമൃതത്തിന്റെ 69ാമത്തെ പാർട്ടും ഭാഗവതം കഥയുടെ 41ാമത്തെ ഭാഗവുമാണ് നമ്മൾ എടുക്കാൻ പോണത്. അപ്പം അതിന് ജന്മാദ്യസ്യ യതോന്യയാദിതരസാർത്ഥേ വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തിയൽ സൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണൈനൈവ സുരക്ഷിതോഹമസകൃത കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരജഞ്ജലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ നമോ നമഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. നമ്മൾ പറഞ്ഞു നിർത്തത് ഭഗവാൻ രുദ്ര മഹാദേവൻ പിന്നെ അസുരൻ മഹാദേവനെ തന്നെ പരീക്ഷിച്ചു നോക്കാനായിട്ട് പുറകെ ഓടിച്ചപ്പം മഹാവിഷ്ണു ഇടപെട്ട് അത് നിർത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മഹാനായ ഒരാൾക്ക് പിന്നെ നാശം വരാൻ ആരെങ്കിലും അനുവദിക്കുമോ? അങ്ങ് മഹാനല്ലേ, അതുകൊണ്ട് പാപികൾ എങ്ങനെയാണ് മഹാന്മാരെ ദ്രോഹിക്കാൻ ശ്രമിക്കും. അപ്പം അവർക്ക് തന്നെ അതിന്റെ പാപഫലം അവരെ തന്നെ തിരിഞ്ഞു കൊത്തും. അതാണ് നമുക്ക് ആ കഥയിൽ നിന്ന് മനസ്സിലായത്. അങ്ങനെ അപ്പം രാജാവേ അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ പിന്നെ ശ്രീവത്സമുണ്ടായ എങ്ങനെയാണ് ചോദിക്കും. അപ്പൊ പറയും, സരസ്വതി നദിയുടെ തീരത്തിൽ ഒരിക്കൽ സത്രം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മഹർഷിമാർ ഒരുപാട് പേരുണ്ടാവുമല്ലോ സത്രത്തില്. ആ സത്രത്തിൽ ഒരു ക്വസ്റ്റ്യൻ, ദേവന്മാരും ഉണ്ട്, അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായി, ആരാണ് ത്രിമൂർത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആൾ? അതൊന്ന് കണ്ടുപിടിക്കണം. അക്കാര്യം അറിഞ്ഞു വരുന്നതിനായിട്ട് ബ്രഹ്മാവിന്റെ മൂത്ത പുത്രനാണ് ഭൃഗു മഹർഷി. അദ്ദേഹത്തിന്റെ പുത്രനായ ഭൃഗു മഹർഷിയോട് പറഞ്ഞു, ബ്രഹ്മപുത്രനായ ഭൃഗു മഹർഷി, ഭഗവാൻ പറയും, പിന്നെ മഹർഷികളിൽ ഞാൻ ഭൃഗുവാണ്, അത്ര ശ്രേഷ്ഠനാണ്. തന്റെ വിഭൂതികൾ പറയുമ്പം ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, മഹർഷികളിൽ ഞാൻ ഭൃഗുവാണ്, അത്ര ശ്രേഷ്ഠനായ ഒരു ബ്രഹ്മർഷിയാണ് ഭൃഗു മഹർഷി. അദ്ദേഹത്തോട് പറയും, അങ്ങ് പോയി കണ്ടുപിടിച്ചിട്ട് വരും, എല്ലാ ലോകങ്ങളിലും പ്രവേശനമുള്ള ആളാണല്ലോ. അപ്പൊ അദ്ദേഹം ആദ്യം ബ്രഹ്മലോകത്ത്, സ്വപിതാവിന്റെ ബ്രഹ്മലോകത്ത് തന്നെ, സത്യലോകത്തിലെത്തിയപ്പോഴത്തേക്കും ബ്രഹ്മസഭയിൽ അവിടെ എത്തി. പക്ഷെ ബ്രഹ്മസഭയിൽ എത്തുമ്പം ഭൃഗു എന്താണ് ചെയ്യേണ്ടത്? പിതാവായ ബ്രഹ്മാവിനെ വന്ദിക്കണം, അല്ലേ? വന്ദിച്ചൊന്നുമില്ല, മനഃപൂർവ്വമാണ് കേട്ടോ, വന്ദിച്ചൊന്നുമില്ല, ഒന്നും ചെയ്തില്ല, വെറുതെ ഒരു സാധാരണ പോലെ കയറിപ്പോവും. അപ്പം തന്നെ ഇത്രയും മഹത്വമുള്ള തന്നെ മാനിക്കാത്ത പുത്രന്റെ നേരെ ബ്രഹ്മാവിന് ഭയങ്കര കോപം വന്നു. അപ്പം പുത്രന്റെ നേർക്ക് അദ്ദേഹം പിന്നെ കോപം വന്നെങ്കിലും പെട്ടെന്ന് വിവേചനമുണ്ടായിട്ട് ആ കോപം അടക്കി.
പക്ഷത്തെ കോപം വന്നല്ലോ, അദ്ദേഹം പ്രതികരിച്ചല്ലോ, അതുകൊണ്ട് ഇദ്ദേഹമല്ല ശ്രേഷ്ഠൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അവിടുന്ന് നേരെ കൈലാസത്തിലെത്തി. കൈലാസത്തിലെത്തിയപ്പം മഹാദേവന് ഭയങ്കര സന്തോഷമായിട്ട് ഭൃഗുമനസ്സെ ആലിംഗനം ചെയ്യാനായിട്ട് ഇങ്ങനെ വരുവാണ്. ആലിംഗനം ചെയ്യാൻ വരുമ്പോ പറയാം, നീ എന്നെ ആലിംഗനം ഒന്നും ചെയ്യണ്ട, കാരണം നീ മര്യാദ തെറ്റി നടക്കുന്നതാണ്. കുറെ ശ്മശാനത്തിൽ നടക്കും, കുറെ അവിടെ നടക്കും, ഇവിടെ നടക്കും, ഭിക്ഷ തണ്ടും, എന്നെ ഒന്നും ആലിംഗനം ചെയ്യാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും ഭഗവാന് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഭഗവാൻ തന്റെ തൃശൂലം എടുത്ത് ഇപ്പൊ അവനെ ശരിയാക്കാം എന്ന് പറഞ്ഞപ്പോ പാർവതി ദേവി കാല് പിടിച്ചു പറയൂ, അങ്ങനെയൊന്നും ചെയ്യേണ്ട, കോപം അടക്കും ഭഗവാനെ എന്ന് പറഞ്ഞ് കോപം അടക്കിച്ചു. എങ്ങനെയെങ്കിലും കോപം ശമിപ്പിച്ചപ്പോ ഭഗവാൻ മനസ്സിലായി, ഭഗവാന്റെ കോപം ശമിച്ചു. പിന്നെ നേരെ വൈകുണ്ഠത്തിലെത്തി. വൈകുണ്ഠത്തിൽ ഭഗവാൻ എങ്ങനെ ലക്ഷ്മി ദേവിയുടെ തലയിൽ കൈവച്ച് യോഗനിദ്രയിൽ ഇങ്ങനെ കിടക്കുകയാണ്, സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഉറങ്ങുകയാണ്. അങ്ങോട്ട് ചെന്നതും ഉറങ്ങിക്കിടക്കുകയല്ലേ, കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്തോണ്ട് ഭൃഗമഹർഷി എന്ത് ചെയ്തു, കാലെടുത്ത് നെഞ്ചത്തൊരൊറ്റ ചവിട്ട് കൊടുത്തു. പെട്ടെന്ന് ഭഗവാൻ ഞെട്ടി ഉണർന്നിട്ട് രണ്ടുപേരും കൂടെ, ലക്ഷ്മി ദേവിയും ഭഗവാനും കൂടെ താഴെ ഇറങ്ങി. അയ്യോ, അദ്ദേഹത്തിന്റെ കാല് പിടിച്ചിട്ട്, അദ്ദേഹത്തിന്റെ കാല് നന്തോ, എന്റെ നെഞ്ചെന്ന് വെച്ചാൽ ഭയങ്കര കട്ടിയുള്ള സാധനമാണ്, അവിടെ ചവിട്ടിയിട്ട് അങ്ങയുടെ കാലിന് വേദന ഉണ്ടായോ, അതെ അങ്ങയുടെ പാദമുദ്ര ഇവിടെ പതിഞ്ഞിരിക്കണു, അപ്പൊ ഊക്കോടെ ചവിട്ടുമ്പോ എന്റെ നെഞ്ചത്ത് കട്ടിയുള്ള നെഞ്ചില് വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അങ്ങേക്ക് വേദന കേട്ടോ, ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്ത് കുറച്ചു സമയം ഇവിടെ ഇരുന്ന് വിശ്രമിക്കണം, എൻ്റെ അങ്ങയുടെ പാദ മുദ്ര പതിഞ്ഞുകൊണ്ട് ഞാൻ പുണ്യവാനായി, എനിക്കിപ്പോ ലക്ഷ്മിയുടെ സദാവാസം ഉണ്ടാവും, അത്രയ്ക്ക് ശ്രേഷ്ഠമായി തീർന്നു എന്റെ നെഞ്ചകം ഇപ്പൊ, അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞു. ദേഷ്യം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, സൗമ്യമധുരമായിട്ട് നല്ല നല്ല വാക്കുകളും കൂടെ പറയുക. ഭൃഗുമഹർഷി അതിൽ വീണു. അദ്ദേഹം അപ്പൊ ആ പാദമുദ്രയ്ക്ക് ശ്രീവത്സം എന്ന പേര് കൊടുത്തു. അതാണ് ഭഗവാന്റെ ശ്രീവത്സം. അപ്പം അദ്ദേഹം വേഗം പോയിട്ട് അവിടെ ചെന്ന് പിന്നെ സഭയിൽ ചെന്നിട്ട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് ഭൃഗുമഹർഷിയുടെ കണ്ണിൽ കൂടെ ഇങ്ങനെ ആനന്ദാശ്രുക്കളാണ് പൊഴിയുന്നത്. അതോടുകൂടി തന്നെ അദ്ദേഹം സഭയിൽ ചെന്ന് പറഞ്ഞു, ഇങ്ങനെയാണ് എനിക്ക് ഓരോരുത്തരിൽ നിന്ന് പെരുമാറ്റങ്ങൾ ഉണ്ടായത്, അപ്പൊ നിങ്ങൾ തീരുമാനിക്കൂ. അപ്പൊ എല്ലാവരും തീരുമാനിച്ചു, വിഷ്ണു തന്നെയാണ് ഏറ്റവും പ്രമുഖൻ, ത്രിമൂർത്തികളിൽ പ്രമുഖൻ വിഷ്ണു ഭഗവാൻ തന്നെയാണ്. കാരണം വിഷ്ണുവിൽ നിന്നാണ് ധർമ്മം, സാക്ഷാൽ ധർമ്മവും ജ്ഞാനവും വൈരാഗ്യവും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നത് വിഷ്ണുവിൽ നിന്നാണ്. അതുകൊണ്ട് വിഷ്ണു തന്നെയാണ് ത്രിമൂർത്തികൾ പ്രമുഖൻ എന്നവർ തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ശുഗമഹർഷി പിന്നെയും കഥ എങ്ങനെ തുടർന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഇനി അടുത്ത കഥ എന്താണെന്ന് അറിയാമോ? സന്താനഗോപാലം എന്നുള്ള കഥയാണ്. ഇത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ വലിയൊരു മായയുടെ കഥയാണ്. അതായത് ശ്രീകൃഷ്ണനും അർജുനനും ഭഗവാന്റെ കലകൾ തന്നെ അവതരിച്ച നരനാരായണന്മാരാണ്. നരനാരായണന്മാര് തന്നെയാണ് കൃഷ്ണനും അർജുനനുമായിട്ട് ജനിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടുപേരും മഹാവിഷ്ണുവിന്റെ അംശഭൂതരാണ്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു ദിവസം അർജുനൻ ദ്വാരകയിൽ ഇടയ്ക്കിടയ്ക്ക് പോയി താമസിക്കുമല്ലോ. അങ്ങനെ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം സഭയിൽ ഇങ്ങനെ എല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പം പുറത്ത് രാജഗൃഹത്തിന്റെ, അതായത് കൊട്ടാരത്തിന്റെ പുറത്ത് ഒരു ബ്രാഹ്മണൻ ഒരു ശിശുവിന്റെ ശവശരീരവും കൊണ്ടുവച്ചിട്ട് ഭയങ്കരമായിട്ട് അസഭ്യങ്ങൾ പറഞ്ഞ് വഴക്ക് പറയാണ്. ഇവിടെ ഈ കർമ്മദോഷം, ഈ രാജാക്കന്മാരുടെ കർമ്മദോഷം കൊണ്ടാണ് എന്റെ കുഞ്ഞ് ജനിച്ചോടെ മരിച്ചു പോയത് എന്ന് പറഞ്ഞ് കുറെ ഭത്സിക്കും. അവിടെ ശ്രീകൃഷ്ണനാണ് അവിടെ ചക്രവർത്തി ആയിരിക്കുന്നത്. അപ്പൊ ശ്രീകൃഷ്ണനെയും അവിടെയുള്ള എല്ലാവരെയും, ബലരാമനെയും എല്ലാവരെയും ഭത്സിച്ച് സംസാരിക്കും, എന്നിട്ട് പോവും. അപ്പൊ അർജുനൻ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് രണ്ടാമതും മൂന്നാമതും നാലാമതും അഞ്ചാമതും ആറാമതും ഏഴാമതും അങ്ങനെ 9 കുട്ടികള് മരിച്ചു. എല്ലാ കുട്ടികളെയും കൊണ്ടുവന്ന് ഇങ്ങനെ 9ാമത്തെ കുട്ടിയെ കൊണ്ടുവന്നപ്പോ അർജുനൻ പിന്നെ മിണ്ടാതിരുന്നില്ല. അർജുനൻ പറഞ്ഞു, ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് ഇങ്ങനെ കോപിക്കണ്ട, ഇവിടെയുള്ളവർക്ക് രാജ നിയമങ്ങൾ അറിയില്ല, മനസ്സിലായില്ലേ? രാജനീതി എന്താണെന്ന് അവർക്ക് അറിയില്ല, അതുകൊണ്ടാണ് അവര് പ്രതികരിക്കാത്തത്. ഞാൻ ഗാന്ധീവധാരി അർജുനൻ, മഹാദേവന്റെ തന്നെ പ്രിയവത്സലനായ അർജുനനാണ് ഞാൻ, ഭഗവാന്റെ പ്രിയ സഖാവാണ് ഞാൻ അങ്ങയുടെ കുട്ടിയെ രക്ഷിച്ചു തരാം. അടുത്ത കുട്ടി, 10ാമത്തെ കുട്ടിയെ ഞാൻ തീർച്ചയായിട്ടും രക്ഷിച്ചു തരാം, അങ്ങ് ആ സമയത്ത് എൻ്റെ അടുത്ത് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അഥവാ എനിക്ക് ആ കുഞ്ഞിനെ രക്ഷിച്ച് അങ്ങേക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി എൻ്റെ ദേഹം ഉപേക്ഷിക്കും,
അതെന്റെ പ്രതിജ്ഞയാണ്, അർജുനന്റെ പ്രതിജ്ഞയാണെന്ന് പറഞ്ഞു. അപ്പം രാമണൻ പറഞ്ഞു, ബലരാമനും ശ്രീകൃഷ്ണനും പ്രദ്യുമ്നും അനിരുദ്ധനും എത്രയോ മഹാവീരന്മാരും ഈശ്വരാംശഭൂതന്മാരുമായ ആൾക്കാരാണ് ഞങ്ങളെ രാജാക്കന്മാർ. അവർക്ക് സാധിക്കാതാണോ നിനക്ക് സാധിക്കാൻ പോണത്? ഇങ്ങനത്തെ വീമ്പും പൊങ്ങച്ചവും പറഞ്ഞാലൊന്നും ഞാൻ വീഴില്ല, അതൊന്നും സാധിക്കാൻ പോണില്ല, എനിക്ക് വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അർജുനൻ പറഞ്ഞു, ബ്രാഹ്മണ, നിങ്ങൾ വിചാരിക്കണമെങ്കിൽ ഒരു സാധാരണക്കാരനൊന്നുമല്ല ഞാൻ അർജുനനാണ്, സവ്യസാചിയാണ്, അതുപോലെ മഹാദേവന്റെ ശിഷ്യനാണ്. മഹാദേവൻ തന്നെ തന്നിരിക്കുന്നു എനിക്ക് പാശുപതാസ്ത്രം, ഗാന്ധീവം, എൻ്റെ അടുത്ത് തേജസ്സുള്ള അസ്ത്രശസ്ത്രങ്ങളുണ്ട്, ഞാൻ ഇന്ദ്രപുത്രനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് തന്റെ മഹത്വമൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പം അയാള് പോയി. 10ാമത്തെ പ്രാവശ്യം ഗർഭിണിയായി പ്രസവിക്കാറായ ഉടൻ തന്നെ അർജുനന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെയാ. അപ്പൊ വേഗം അർജുനൻ അവിടെ ചെന്നിട്ട് തന്റെ ഒരുപാട് ശരങ്ങൾ കൊണ്ടിട്ടൊരു ശരം കൊണ്ടൊരു ഒരു അറ തന്നെ ഉണ്ടാക്കും. ഈ സൂര്യാഗ്രഹത്തിന്റെ ചുറ്റും ശരം കൊണ്ട് മുറി ഒരു എറുമ്പിന് പോലും കയറാൻ പറ്റാത്ത വിധത്തില് സൂര്യാഗ്രഹത്തിനെ അങ്ങനെ കവർ ചെയ്ത് നന്നാക്കി വെച്ചു. അസ്ത്രങ്ങൾ കൊണ്ടാണ് കേട്ടോ, അസ്ത്രങ്ങൾ അയച്ചിട്ട് അപ്പൊ എത്ര വില്ലാളി വീരനാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ അർജുനൻ. എല്ലാം കഴിഞ്ഞു, പ്രസവിച്ച് കുഞ്ഞിന്റെ കരച്ചിൽ പോലും കേട്ടില്ല, കുഞ്ഞിന്റെ ഡെഡ് ബോഡി പോലും കണ്ടില്ല. അവിടെ പ്രസവിച്ചപ്പം ബ്രാഹ്മണൻ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, നിന്റെ ശൂരൻ ശുംഭൻ നിന്നെ കാരണം കണ്ടില്ല, എന്റെ കുഞ്ഞിന്റെ ശവശരീരം പോലും കാണാൻ കിട്ടിയില്ല, അത് പോയി, നീയാണോ രക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്ക് പറഞ്ഞു. അപ്പൊ വളരെ അപമാനിതനാവും അർജുനൻ. പിന്നെ പ്രതിജ്ഞ പാലിക്കണമല്ലോ. വേഗം വലിയൊരു ചിതയൊക്കെ കൂട്ടി അതിൽ ചാടാനൊടുങ്ങുമ്പോ കൃഷ്ണൻ വന്ന് കൈപിടിച്ച്, അർജുന മണ്ടത്തരം ഒന്നും കാണിക്കണ്ട, കുട്ടികളെയൊക്കെ ഞാൻ കാണിച്ചു തരാം, നീ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള പിന്നെ എടുത്തുചാട്ടങ്ങളൊന്നും ആവശ്യമില്ല, ഇതെല്ലാം നിന്റെ എടുത്തുചാട്ടമല്ലേ, സാരമില്ല, വാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പോവും. ഭഗവാന്റെ ഗരുഡധ്വജത്തിൽ കയറി, ഗരുഡധ്വജം വെച്ച രഥത്തിൽ കയറി രണ്ടാളും കൂടെ ഇങ്ങനെ പോവാണ്. പടിഞ്ഞാറ് ദിക്കിലേക്കാണ് പോണത്, പശ്ചിമ ദിക്കിലേക്ക് പോയി. സപ്തദീപങ്ങളും കഴിഞ്ഞ് അങ്ങനെ പോവാണ്. അതായത് നമ്മളിപ്പം നമ്മുടെ നാസയൊക്കെ അയച്ച ഗ്രഹങ്ങൾ പോണ പോലെ അങ്ങനെ പോവാണ്, റോക്കറ്റ് വിടുന്ന പോലെ അങ്ങനെ പോയി വളരെയധികം ദൂരം, ഒരുപാട്, അതായത് സ്പേസിനങ്ങ് പോയി കഴിഞ്ഞപ്പോ കംപ്ലീറ്റ് ഇരുട്ടായി, ഒന്നും കാണാൻ വയ്യ. അർജുനൻ പറഞ്ഞു, സ്വാമി ഒന്നും കാണാൻ വയ്യല്ലോ എന്ന് പറഞ്ഞപ്പോ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് കോടി സൂര്യന്മാരുടെ പ്രഭയുള്ള പിന്നെ ചക്രം വന്ന് മുമ്പിൽ ഇങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് എല്ലായിടവും പ്രകാശപൂരിതമായി. പക്ഷെ ആ പ്രകാശം കൊണ്ട് കണ്ണടച്ചു പോകും അർജുനൻ, അത്രയ്ക്ക് പ്രകാശം. അപ്പം ഭഗവാൻ പിന്നെ സുദർശനത്തിനോട് പറഞ്ഞു, കുറച്ചൊന്ന് അതിന്റെ ആ തീക്ഷ്ണത ഒന്ന് കുറച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും അവർക്ക് വഴികാട്ടിയായിട്ട് ആ രഥത്തിൽ അവരിങ്ങനെ പോവാണ്. പോയി കുറേ ദൂരം പോയപ്പോഴത്തേക്കുമാണ് പാലാഴി, അവൻ മഹാസുന്ദരം മണിമയം എന്ന് വെച്ചാൽ രത്നഖചിതമായ മാളിക, രത്നഖചിതമായ സ്ഥലം. അവിടെ ഭഗവാൻ ഇങ്ങനെ യോഗനിദ്രയിൽ, അനന്തന്റെ ഓരോ 2 കണ്ണുകളും രത്നം പോലെ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ണുകൾ, 1000 പത്തികളുള്ള അനന്തന്റെ ഭഗവാൻ ഇങ്ങനെ യോഗനിദ്രയിൽ കിടക്കുന്ന വിഷ്ണു, സർവാഭരണ ഭൂഷിതനായ വിഷ്ണു. അതായത് മാല, വള, വനമാല, കടകം, പിന്നെ കയ്യിലിത്, കാലിൽ ചെലമ്പ്, കിരീടം എല്ലാമുള്ള മഹാവിഷ്ണുവിന്റെ ആ തേജോരൂപം അവരുടെ മുമ്പിലെത്തി അവര് ചെന്ന് നമസ്കരിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, വരൂ നിങ്ങൾ നരനാരായണന്മാരാണ്, നിങ്ങളെ ഒന്ന് കാണാനുള്ള മോഹം കൊണ്ട്, നേരിട്ട് രണ്ടാളെയും കൂടെ ഒരുമിച്ചൊന്ന് ഇവിടെ വന്ന് കാണണം എന്നുള്ള മോഹം കൊണ്ട് ഞാൻ തന്നെയാണ് കുട്ടികളെയൊക്കെ എടുത്ത് വെച്ചതായിരിക്കുന്ന കണ്ടില്ലേ. പിന്നെ ബ്രാഹ്മണന്റെ കുട്ടികളൊക്കെ ഭഗവാന്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു, ഭഗവാന്റെ തൽപ്പത്തിനടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതാ ഈ കുഞ്ഞുങ്ങളാണ് ഇവിടെ ഇരിപ്പുണ്ട്, കൊണ്ടുപോക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, ഞാൻ ഇവിടെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൂത്രം ചെയ്തത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ഭഗവാൻ സർവ്വാനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാളും എല്ലാ അധർമ്മങ്ങളും, ലോകത്തുള്ള എല്ലാ അധർമ്മങ്ങളും ഇല്ലായ്മ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച് മഹാവിഷ്ണു അവർ രണ്ടുപേരും ഭഗവാൻ മഹാവിഷ്ണു തന്നെ അവതരിച്ച ആളാണ് കൃഷ്ണൻ, പൂർണ്ണാവതാരമായിട്ട് വന്ന്. എന്നാലും മഹാവിഷ്ണുവിന്റെ തേജസ് എത്രയാണെന്ന് അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം. അദ്ദേഹത്തിന്റെ അംശഭൂതന്മാരായിട്ട് നരനാരായണന്മാരുണ്ടായി. ആ നരനാരായണന്മാരുടെ പുനർജന്മമായിട്ടാണ് കൃഷ്ണനും അർജുനനും ഉണ്ടാവുന്നത്. അതാണ് അവര് പിരിയാത്ത സുഹൃത്തുക്കളായി മാറിയത്. അങ്ങനെ ദ്വിജപുത്രന്മാരെയൊക്കെ സ്വീകരിച്ചു കൊണ്ടുവന്ന് ആ ബ്രാഹ്മണനെ അർജുനനെ കൊണ്ട് തന്നെ ഭഗവാൻ കൊടുപ്പിക്കും. അർജുനനല്ലേ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ
അർജുനനെ കൊണ്ട് തന്നെ കൊടുപ്പിച്ചു. ബ്രാഹ്മണന് വളരെ സന്തോഷമായി. അങ്ങനെ അദ്ദേഹം അർജുനന് ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ നൽകും. അങ്ങനെ പ്രജകൾക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്തും വീരപ്രവർത്തികൾ ചെയ്തും അങ്ങനെ ഉത്തമമായ പാതയിലൂടെ ചരിച്ചുകൊണ്ടും അങ്ങനെ ഭഗവാന് ദുഷ്ടന്മാരെ സംഹരിച്ചും ശിഷ്ടന്മാരെ സംരക്ഷിച്ചും അങ്ങനെ താൻ തന്നെ പോകേണ്ടാത്തത് അർജുനാദികളെയൊക്കെ പറഞ്ഞയക്കും. അർജുനനെയും തന്റെ മക്കളെയൊക്കെ, അതായത് പ്രദ്യുമ്നൻ, അനിരുദ്ധൻ അവരെയൊക്കെ പറഞ്ഞയച്ചിട്ട് അങ്ങനെയൊക്കെ അവരെ കൊണ്ടിട്ടും അതുപോലെ തന്നെ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി അവരെ ഉപകരണങ്ങളാക്കും. അങ്ങനെയൊക്കെ ഭഗവാൻ വളരെ സമ്പൽ സമൃദ്ധവും വിഷ്ണുവീരന്മാർ എല്ലാവരും പരിസേവിതനായിട്ട് ദ്വാരകാപുരിയിൽ അങ്ങനെ സാനന്ദം വസിക്കുകയാണ്. 16,008 ഭാര്യമാരുടെ വല്ലഭനായ ശ്രീകൃഷ്ണൻ അത്രയും രൂപമെടുത്ത് തന്നെ അതിസമർത്ഥമായിട്ട് അവരുടെ ഗൃഹങ്ങളിലൊക്കെ അവരോടൊന്നിച്ച് രമിച്ചു വാഴുന്നത് നാരദൻ പോയി കണ്ടത് നമ്മൾ അറിഞ്ഞു അല്ലേ. അങ്ങനെ ധർമ്മം അനുഷ്ഠിച്ച് ഭഗവാൻ പിന്നെ എങ്ങനെയാണ് ഒരു ഗൃഹസ്ഥൻ ധർമാർത്ഥങ്ങളെല്ലാം, ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ എല്ലാം എങ്ങനെയാണ് അനുസരിക്കേണ്ടതെന്ന് ലോകത്തിന് മാതൃക കാണിക്കാനാണ് ഭഗവാൻ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഭഗവാന് ഈ 16,008 ഭാര്യമാരിലും ധാരാളം മക്കൾ, വിഷ്ണു വംശജരെ കൊണ്ട് ലോകം നിറയാണ്, യദുകുലം കൊണ്ട്. അങ്ങനെ എല്ലാമാരിലും ഒരുപാട് 18 ഒരുപാട് പുത്രന്മാരുണ്ടായി. അതിൽ 18 പേരാണ് ഏറ്റവും വീരര്. പ്രദ്യുമ്നനാണ് രുക്മിണിയുടെ മകൻ. പിന്നെ പ്രദ്യുമ്നന്റെ മകനാണ് അനിരുദ്ധൻ. അങ്ങനെ ഒരുപാട് സാമ്പൻ, അങ്ങനെ കുറേ നല്ല മക്കളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ചിരിക്കാണ്. അപ്പൊ ഈ പ്രദ്യുമ്നൻ വിവാഹം ചെയ്തത് രുക്മിയുടെ രുക്മി പിന്നെ വഴക്കിട്ടിരിക്കുകയാണല്ലോ. വഴക്കിട്ടൊരു സ്ഥലത്ത് ഗൗരവ്രതത്തിൽ താമസിക്കുക. അപ്പൊ അവിടെ താമസിക്കുമ്പോഴത്തേക്കും രുക്മിണിക്ക് സങ്കടം, ചേട്ടനുമായിട്ട് ഇങ്ങനെ പിണങ്ങിയിരിക്കുന്ന സങ്കടം. അപ്പൊ രുക്മിണി ഒരു പ്രാവശ്യം ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഈ പിണക്കം ഒന്ന് മാറ്റാനായിട്ടൊരു കാര്യം ചെയ്യാം. നമുക്ക് രുക്മിണിയുടെ മകളെ കൊണ്ട് നമ്മുടെ മകന്റെ വിവാഹം, അമ്മാവന്റെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് സമ്മതം. എന്തായാലും രുക്മിയും അത് സമ്മതിച്ചിട്ട് പ്രദ്യുമ്നെ കൊണ്ട് പിന്നെ രുക്മിയുടെ മകളെ വിവാഹം കഴിപ്പിച്ചു. അവരുടെ മക്കൾ പിന്നെയും എന്തുണ്ടായി, അവരുടെ ബ്രദേഴ്സിന്റെ മക്കൾ അനിരുദ്ധൻ, അതുപോലെ തന്നെ രുക്മിയുടെ മകളുടെ മകളെ, അതായത് പൗത്രപുത്രന്മാര്, അവർ ആ ലീനിയനിൽ തന്നെ, ആ കുടുംബത്തിൽ തന്നെ അവർ വീണ്ടും കല്യാണം കഴിച്ച് അങ്ങനെ അവര് സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ യദുകുലം അവസാനിച്ചപ്പോ ഉണ്ടായ മകനാണ് വജ്രൻ എന്നൊരു പുത്രനും ഉണ്ടാവും. അങ്ങനെ അവരങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കോടാനുകോടി ജനങ്ങള്, ഭഗവാൻ ഉഗ്രസേനന്റെ രാജ്യം എന്ന് വെച്ചാൽ കാശ്മീരം തൊട്ട് കന്യാകുമാരി വരെ പരന്നടച്ചു എല്ലാ ഒരു പിന്നെ അജനാഭം എന്ന് പറഞ്ഞാൽ വലിയ, നമ്മുടെ ഇപ്പോഴത്തെ ഭാരതം പോലെ അല്ല, അതിനേക്കാളും ഭാരതം ഒരുപാട് കീറി മുറിഞ്ഞു പോയില്ലേ. ഒരുപാട് ആൾക്കാരുമായിട്ട്, ഒരുപാട് കോടാനുകോടി ആൾക്കാരുമായിട്ട്, ഒരുപാട് പിന്നെ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച്, ഭഗവാന്റെ ഇച്ഛിതയ്ക്ക് അനുസരിച്ചിട്ട് ഉഗ്രസേന മഹാരാജാവ് രാജ്യം ഭരിക്കുകയാണ്. അങ്ങനെ ബലരാമന്റെയും യദുക്കളുടെയും സഹായത്തോടു കൂടി ഭഗവാനും ഭൂഭാരമൊക്കെ അങ്ങനെ കുറച്ചു. അങ്ങനെ കുറച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും തോന്നുമ്പോഴത്തേക്കും യാദവവംശം, ഭഗവാന്റെ ഈ മഹിമയെല്ലാം കൂടുന്തോറും സാധാരണക്കായ ആൾക്കാർക്ക് അഹങ്കാരം ഉണ്ടാവുമല്ലോ. മഹിമ വർദ്ധിക്കും തോറും, കീർത്തി വർദ്ധിക്കും തോറും, പണം വർദ്ധിക്കും തോറും, ഐശ്വര്യം വർദ്ധിക്കും തോറും മതമത്തരാവും. അങ്ങനെ യദുക്കൾക്ക് മതം കൂടി വരുന്നത് കണ്ടു. അപ്പൊ ഭഗവാന് മനസ്സിലായി, യദുക്കളെ ഉപേക്ഷിച്ചിട്ട് ഭഗവാന് പോകാൻ പറ്റില്ല. യദുക്കളെ ലോകത്തുണ്ടെങ്കിൽ അവരിൽ വംശം എല്ലാവരെയും നശിപ്പിച്ചിടേ, അത്ര ദുഷ്ടന്മാരെ അവര് മാറി. അപ്പം പിന്നെ പരീക്ഷത്ത് ചോദിച്ചു, ഇങ്ങനെ ഭഗവാൻ പിന്നെ എന്താണ് ഒരു ഉപായം എന്ന് ആലോചിച്ചപ്പം ഒരു വിപ്രശാപം, അതായത് ബ്രാഹ്മണ ശാപം കൊണ്ട് വേണം യദുവംശം നശിക്കാൻ എന്ന് തീരുമാനിക്കും. ഇതൊക്കെ കർമ്മങ്ങൾ എങ്ങനെയാണ് വരുന്നത് നോക്കൂ. ഗാന്ധാരി ശപിച്ചിട്ടുണ്ട്, 36 വർഷം കഴിയുമ്പം നിന്റെ യദുക്കൾ എല്ലാവരും നശിക്കുന്ന, എന്റെ കുടുംബം എങ്ങനെ നശിച്ചോ ആരുമില്ലാതെ, അതുപോലെ നിന്റെ കുടുംബവും നശിക്കുന്ന. അന്ന് മഹാഭാരത യുദ്ധത്തിന് ശേഷം കാന്താരി പുത്രന്മാരുടെ ഒക്കെ ശവശരീരം കാണുമ്പം യുദ്ധഭൂമിയിൽ വരുമ്പോ കൃഷ്ണനെ ശപിക്കും. കൃഷ്ണൻ അപ്പൊ ചിരിച്ചോണ്ട് പറയും, എന്റെ അമ്മ ശപിക്കേണ്ട ആവശ്യമില്ല, ഇതിനൊന്നും കാരണക്കാരൻ ഞാനല്ല, അമ്മ കണ്ണുകെട്ടി നടന്നത് കൊണ്ടാണ്. ഇതൊക്കെ ഞാൻ തീരുമാനിച്ച കാര്യമാണ്. 36 വർഷം കഴിയുമ്പോൾ യദുവംശം നശിച്ചേ പറ്റൂ. അത് ഞാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അമ്മയുടെ ശാപം അതിന് ആക്കം കൂട്ടുമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, ദാനശീലരും
പിന്നെ കൃഷ്ണൈക നിഷ്ഠരുമായ വിഷ്ണുക്കൾക്ക് എങ്ങനെയാണ് വിപ്രശാപം ഉണ്ടായതെന്ന് പരീക്ഷിച്ച് ചോദിക്കും. അപ്പൊ ശിവബ്രഹ്മർഷി പറഞ്ഞു, ഭഗവാൻ തന്റെ അവതാരകൃത്യ അവസാനിപ്പിക്കാനുള്ള സമയമായി വരികയാണ്. അപ്പം ഭഗവാൻ സ്വധാമത്തിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ഭഗവാന്റെ കൂടെ ഉള്ള എല്ലാവരെയും തിരികെ പറഞ്ഞയക്കണം, ഇല്ലേ? ദേവന്മാരാണ് യാദവന്മാരായിട്ട് ജന്മമെടുത്തു, ഗോപികളായിട്ടും ഗോപന്മാരായിട്ടും ഭഗവാന്റെ കൂടെ നിൽക്കുന്നവരെല്ലാം ഭഗവാൻ ദേവന്മാര് തന്നെയാണ് അങ്ങനെ അവതരിച്ചിരിക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ അവരുടെ ഇവിടെ കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് പോവേണ്ടതുണ്ട്, സ്വധാമത്തിലേക്ക് എല്ലാവർക്കും പോവേണ്ടതുണ്ട്. അപ്പം ഒരു ദിവസം ഒരു പ്രാവശ്യം എന്തുണ്ടായി, ഈ ബ്രഹ്മർഷികള് പിന്നെ 7 ബ്രഹ്മർഷികൾ 7 പേരും, അങ്കിരസ്, ഭൃഗു, കശ്യപൻ, വാമദേവൻ, അവരെല്ലാവരും കൂടെ ഉഗ്രസേന മഹാരാജാവിനെ കാണാൻ വന്നു. കണ്ടിട്ട് ഭഗവാൻ കൃഷ്ണനെയും കാണാൻ വന്നിട്ട് ശ്രീകൃഷ്ണനെയും കണ്ട ശേഷം അവര് ബലരാമനെയും ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് സന്തോഷത്തോടുകൂടി അവര് തിരിച്ചു പോവുകയായിരുന്നു. തിരിച്ചു പോകുമ്പോഴാണ് സാമ്പനും ഭഗവാന്റെ മക്കളായ സാമ്പൻ ഉൾപ്പെടെയുള്ള മക്കളെല്ലാരും കൂടെ പറഞ്ഞു, ഇവര് വലിയ ജ്ഞാനികളാണെന്നൊക്കെ പറയുന്നു. അതൊക്കെ ചുമ്മാ പറയുകയാണ് കേട്ടോ. വിനയമില്ലാതെ ബഹുമാനമില്ലാതെ, വിനയം, അനുസരണ, ബഹുമാനം ഇതെല്ലാവർക്കും ഉണ്ടായിരിക്കണം. നന്മ ഉണ്ടാവണോ, ഐശ്വര്യം ഉണ്ടാവണോ, സമ്പത്ത് ഉണ്ടാവണോ, സക്സസ് ഉണ്ടാവണോ, വിജയം ഉണ്ടാവണമെങ്കിൽ വിനയവും അനുസരണയും ആദരവും ഉണ്ടാവണം. ഇത് മൂന്നും ഈ പിള്ളേർക്ക് ഉണ്ടായില്ല. അവര് പറഞ്ഞു, നമുക്കൊരു പരീക്ഷണം ഒന്ന് ചെയ്തു നോക്കിയാലോ. അവര് വലിയ ത്രികാലജ്ഞരല്ലേ, ഇവർക്കെല്ലാം അറിയാന്നല്ലേ പറയണം, നമുക്കൊന്ന് നോക്കാന്ന് വെച്ചാൽ വളരെ വിനയം അഭിനയിച്ചുകൊണ്ട്. അവർക്ക് വിനയമില്ല, വിനയത്തോടെ അല്ല അവർ ചെല്ലുന്നത്, വിനയം അഭിനയിച്ചുകൊണ്ട് ഈ ബ്രഹ്മർഷിയുടെ അടുത്ത് നിന്ന് പറഞ്ഞു, ഞങ്ങൾക്കൊരു സംശയം ഉണ്ടോ, തീർത്തു തരാമോ? ഞങ്ങളെല്ലാം ത്രികാലജ്ഞാനികളല്ലേ. അപ്പം അവര് ചോദിച്ചു എന്താണ്, അവർക്ക് കാര്യം മനസ്സിലായി. എന്നാലും അവരെ അറിയാത്ത മട്ടിൽ അവർ ചോദിച്ചു എന്താണ് വേണ്ടത്. പറഞ്ഞു, ഞങ്ങളുടെ കൂടെ, അതായത് സാമ്പനെ അവരൊരു സ്ത്രീവേഷം കെട്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ നിൽക്കുന്ന ഗർഭിണിയായ പെൺകുട്ടി എന്താണ് പ്രസവിക്കുക, എന്ത് കുട്ടിയാണ് പ്രസവിക്കുക എന്നൊന്ന് പറയൂന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് 7 പേർക്കും കാര്യം മനസ്സിലായി, സപ്തർഷികൾക്ക്. അവര് പറഞ്ഞു, അവനോ അവളൊരു ഇരുമ്പുലക്ക പ്രസവിക്കും. ആ ഇരുമ്പുലക്ക കൊണ്ട് തന്നെ നിങ്ങളുടെ വംശം വിച്ഛേദമുണ്ടാവും, നിങ്ങളുടെ വംശവിനാശകാരിയായ ഒരു ഇരുമ്പുലക്കയാണ് പ്രസവിക്കുക എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് അവര് പോയി കഴിഞ്ഞപ്പോ പിള്ളേർക്ക് പേടിയായപ്പോ ഒരു സാമ്പന്റെ വേഷമൊക്കെ മാറ്റി നോക്കിയപ്പോ തൊടയുടെ ഇടയില് ഒരു ചെറിയ ഇരുമ്പുലക്ക, കുറച്ച് വലിയ ഒരു ഇരുമ്പുലക്ക ഇരിക്കുന്ന കണ്ടു. അവരതും എടുത്തോണ്ട് ഓടി കൊട്ടാരത്തിൽ പോയി. പിന്നെ എല്ലാവരും ഇരിക്കുകയാണ്, കൃഷ്ണനും ബലരാമനും എല്ലാവരും ഇരിപ്പുണ്ട്. ഉഗ്രസേന മഹാരാജാവിന്റെ അടുത്ത്, അപ്പൂപ്പനാണല്ലോ, പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി മഹാരാജാവേ, എന്താ ഇത് കണ്ടില്ലേ, ഇരുമ്പിലൊക്കെ കയ്യിൽ വന്നിരിക്കണം. അത് കേട്ടപ്പോ യദുക്കളും എല്ലാവരും പേടിച്ചു വിറച്ചു. കാരണം ബ്രഹ്മർഷികളുടെ ശാപമാണ്, ഫലിക്കാതിരിക്കുമോ? യദുവംശത്തിന്റെ നാശമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇരുമ്പൂലൊക്കെ കൊണ്ട് തന്നെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും പേടിയായപ്പോ പിന്നെ ഭഗവാൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവസാനം ഒന്നും പറയില്ല, മൗനമായിട്ടിരിക്കണം. അപ്പം ഉഗ്രസേന മഹാരാജ പറഞ്ഞിട്ട് കാര്യം ചെയ്യാം, എല്ലാവരും കൂടെ ഈ ഇരുമ്പിനെ പൊടിച്ച് തരിതരിയായിട്ട് പൊടിക്കുക, പൊടിച്ച് അതിനെ കടലിൽ ഒഴുക്കിക്കോളൂ എന്ന് പറഞ്ഞു. കടലിലങ്ങ് ഒഴിക്കുക, പിന്നെ ഇരുമ്പിലൊക്കെ ഇല്ലല്ലോ. അപ്പൊ അവരതിനെ പൊടിച്ച് പൊടിയാക്കി, എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ബാക്കി വന്നു. അതും കൊണ്ടിട്ട് അവര് കടലിൽ കലക്കിയപ്പം കുറച്ചു കാലം കഴിഞ്ഞപ്പം പിന്നെ പ്രഭാസ തീരത്ത് മുഴുവൻ, അതായത് ദ്വാരകയുടെ തീരം ഉൾപ്പെടെ ആ കടൽ തീരം മുഴുവനും എരണപ്പുല്ലെന്നൊരു പുല്ല് വന്ന് മുളയ്ക്കാൻ. അതായത് ഈ തിരമാല അടിച്ച് ഈ കടലിൽ എന്തിട്ടാലും കടല് തിരികെ കൊണ്ടുവരും. കടൽ ഒരു തരത്തിലുള്ള അശുഭ വസ്തുക്കളും സ്വീകരിക്കില്ല. കടല് ഉടൻ തന്നെ തിരമാല അടിച്ച് പുറത്തു കൊണ്ടിടും. അങ്ങനെ ഈ ഇരുമ്പ് പൊടികളൊക്കെ കൊണ്ട് എല്ലാ കരകളിലും എരണപ്പുല്ലുണ്ട്. എരണപ്പുല്ലെന്ന് വെച്ചാൽ വളരെ മൂർത്ത മുള്ളുകളോട് കൂടിയ ഒരുതരം പുല്ലാണ്. തൊട്ട കൈമുറിയും, ഭയങ്കര വിനാശകാരിയായ ഒരു പുല്ലാണത്. ആ എരണപ്പുല്ലാണ് ഉണ്ടാവുന്നത്. എരണപ്പുല്ല് അങ്ങനെ കാട് പോലെ വളർന്നു നിൽക്കുകയാണ്. അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ കടൽ തീരത്ത് മുഴുവൻ എരണപ്പുല്ല് വളർന്നു. അതേ സമയത്ത് ഈ ചെറിയ കഷ്ണം ഒരു മീൻ വിഴുങ്ങും. ഒരു മുക്കുവൻ ആ മീൻ പിടിച്ചപ്പം മീനിനെ കൊന്ന് അത് മാംസം എടുക്കാൻ നോക്കുമ്പോ അതിന്റെ വയറ് ക്ലീൻ ചെയ്യുമ്പോൾ വയറിനകത്ത് ഒരു ഇരുമ്പ് കഷ്ണം കണ്ടു. അപ്പൊ ഇരുമ്പ് കഷ്ണം കൊണ്ട് എനിക്ക് പ്രയോജനമൊന്നുമില്ല, എന്റെ കൂട്ടുകാരൻ വേടനാണ്, അയാൾ അമ്പുമേലി ഉപയോഗിക്കുന്ന ആളാണ്. അപ്പൊ എന്റെ കൂട്ടുകാരൻ ജര എന്നാണ് അവന്റെ പേര്, അവന് കൊടുക്കുക, അവന് പ്രയോജനപ്പെടണമെങ്കിൽ പെടട്ടെ, ഒരു ഇരുമ്പ് കഷ്ണമല്ലേ എന്ന് പറഞ്ഞിട്ട് ജരയ്ക്ക് കൊടുത്തു. ജര എന്ത് ചെയ്തു, ശരി ഇത് കൊള്ളാലോ, ഇതുകൊണ്ടൊരു അമ്പ് ഉണ്ടാക്കി വെക്കാം എന്ന് പറഞ്ഞ് ആ
ആ ആ കൂർത്ത മുന ഉപയോഗിച്ചുകൊണ്ട്, ആ ഇരുമ്പ് കഷ്ണം ഉപയോഗിച്ചുകൊണ്ട് ഒരു അമ്പ്, ഒരു ശരമുണ്ടാക്കി അതിന് ഇത് ഈ കഷ്ണം ഉപയോഗിക്കും. അതവിടെ വെച്ചിരുന്നു. അങ്ങനെ അങ്ങനെ ശ്രീകൃഷ്ണൻ അങ്ങനെ നാരദമുനി വന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അവിടെ നിൽക്കട്ടെ. അങ്ങനെ അപ്പൊ പറഞ്ഞു, പിന്നെ എല്ലാവരും അപ്പൊ ഭഗവാൻ അച്ഛനും അപ്പൊ ഈ സമയത്ത് അത് ഒരു കഥ, അതവിടെ നിൽക്കട്ടെ, അത് ശേഷം നമുക്ക് പറയാം. അതിനിടയ്ക്ക് അവിടെ എന്തുണ്ടായി? ശ്രീകൃഷ്ണ ഭരിതമായ ദ്വാരകയിൽ ഒരു ദിവസം നാരദമുനി എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരും. അങ്ങനെ നാരദമുനി വന്നപ്പോഴത്തേക്കും പിന്നെ വസുദേവർ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, ഭഗവൻ, അച്ഛനമ്മമാരുടെ ആഗമനം മക്കൾക്കും മഹാത്മാക്കളുടെ സമാഗമകം ഞങ്ങളെ പോലുള്ളവർക്കും അവിടുത്തെ എല്ലാവർക്കും വളരെ സന്തോഷദായകമാണ്. എല്ലാ ജീവികൾക്കും മംഗളത്തിന് വേണ്ടിയാണല്ലോ അങ്ങ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്. ദേവന്മാരുടെ പ്രവൃത്തികൾ ജീവികൾക്ക് സുഖത്തെയും ദുഃഖത്തെയും ഉണ്ടാക്കാം. എന്നാൽ അങ്ങയെ പോലുള്ള മഹർഷിമാരുടെ ഒരിക്കലും ദുഃഖം ഉണ്ടാക്കില്ല, സുഖം മാത്രമേ തരികയുള്ളൂ. അതുകൊണ്ട് അങ്ങയുടെ ദർശനം കൊണ്ട് ഞങ്ങൾ വളരെ പുണ്യവാന്മാരായിരിക്കുന്നു. അപ്പൊ എനിക്ക് മുക്തി, ഭഗവാന്റെ ദർശനം, ഞാൻ തപസ് ചെയ്ത് ഭഗവാനെ വിളിച്ചപ്പം ഭഗവാൻ മകനായിട്ട് പിറക്കണം എന്നാണ് പ്രാർത്ഥിച്ചത്. അതെന്റെ മണ്ടത്തരമായിപ്പോയി. ഞാൻ ചോദിക്കേണ്ടിയിരുന്നത് മുക്തിയായിരുന്നു. മുക്തിക്ക് പകരം ഇതാണ് ചോദിച്ചത്. അപ്പൊ മുക്തി ചോദിക്കാതെ ഇത്, അതുകൊണ്ട് വിവിധ ദുഃഖങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഒരു അബദ്ധം പറ്റിപ്പോയി. അപ്പൊ ഇതിൽ നിന്നൊക്കെ, അപ്പൊ ദേവർഷിയാണ് നാരദൻ. അദ്ദേഹം പ്രീതനായി പറഞ്ഞു, എല്ലാം ഭാഗവധർമ്മങ്ങളൊക്കെ അറിയാനുള്ള അങ്ങയുടെ ആഗ്രഹം ശ്ലാഘ്യമാണ്. സർവമംഗളമൂർത്തിയും ശ്രവണകീർത്തനം കൊണ്ടും പുണ്യമരുന്നവന് ശ്രീനാരായണനെ അങ്ങയുടെ ചോദ്യം കൊണ്ട് എനിക്ക് സ്മരിക്കാൻ ഇടവരുന്നു. എങ്ങനെയാണ് മുക്തി നേടുക എന്ന് ചോദിച്ചപ്പം എനിക്ക് ഓർമ്മ വന്നത് ഭഗവാനെയാണ്, ശ്രീമൻ നാരായണനെയാണ്. അപ്പൊ ഇതേ ചോദ്യം തന്നെ പണ്ട് വിദേഹ രാജാവായ നിമി എന്നോട് ചോദിച്ചു. നിമിയുടെ പൗത്രനാണ് ജനക മഹാരാജാവ്. വിദേഹരാജ ആരാണ്? ജനക രാജാവിന്റെ. അപ്പം ഋഷഭപുത്രന്മാരായ നവയോഗികളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഋഷഭന്റെ പുത്രന്മാരായ നവയോഗികൾ, അവരും ഈ സംഭാഷണം, അവരോട് ചെയ്ത സംഭാഷണം ഞാൻ അങ്ങോട് പറയാം. ചോദിച്ചപ്പം എന്താണ് ഞാൻ ഉത്തരം നൽകിയത്, അതേ ഉത്തരം ഞാൻ അങ്ങേൾക്ക് നൽകാമെന്ന് പറഞ്ഞു. അപ്പോ ഈ നാഭീയുടെ പുത്രനാണ് ഋഷഭന്റെ 100 പുത്രന്മാരാണ് ഋഷഭൻ ഉണ്ടാവുന്നത്. ആ 100 പുത്രന്മാരിൽ ഏറ്റവും മൂത്ത ആള് പിന്നെ ആരായിരുന്നു അറിയുമോ? ഭരതൻ, ജ്യേഷ്ഠൻ. ഏറ്റവും ജ്യേഷ്ഠപുത്രൻ ഭരതനായിരുന്നു. ഭരതനാണ് ഈ ഭാരതം എന്നുള്ള പേര് അജനാഭത്തിന് വാങ്ങിത്തന്നത്. ഈ ഭരതനാണ്. ഋഷഭൻ ഭഗവാന്റെ അവതാരമാണ്. ഋഷഭന്റെ പുത്രനായ ഭരതന്റെ പേരാണ് അജനാഭം എന്ന് പേരുണ്ടായിരുന്ന ഭാരതവർഷത്തിന് പിന്നെ ലഭിച്ചത്. പല ഭരതന്മാരും നമ്മൾ പുരാണത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അവന് ശ്രീരാമന്റെ ഭരതനുണ്ട്, ശകുന്തലയുടെ മകൻ ഭരതനുണ്ട്. പക്ഷെ അവരുടെ പേരൊന്നും അല്ല കൊടുത്തിരിക്കുന്നത് ഋഷഭപുത്രനായ ഭരതന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പിന്നെ രാജഭോഗങ്ങളെല്ലാം അനുഭവിച്ച ശേഷം തപസ്സാചരിച്ച് 3 ജന്മങ്ങൾ കൊണ്ട് ഹരിപദം പ്രാപിച്ചു. ഈ ഭരതന്റെ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജഡഭരതൻ എന്ന് പറഞ്ഞ, അതായത് ഭരതൻ ഒരു മാൻകുട്ടിയെ പ്രേമിച്ച് മരിക്കുമ്പോ മാനായി പിറന്നു. പിന്നെ ആ മാന്റെ ജന്മത്തിൽ ഓർമ്മയുണ്ടായിരുന്നു, ഞാൻ ഭരതനായിരുന്നു, വെറുതെ എന്റെ തപസ്സൊക്കെ നഷ്ടപ്പെടുത്തി മാനിനോടുള്ള പ്രീതി കൊണ്ട് എന്ന് പറഞ്ഞ് പിന്നെ ജഡഭരതനായിട്ട് ജനിക്കും. ജഡനെ പോലെ ഒന്നും അറിയില്ല എന്ന മട്ടിലെല്ലാം അറിഞ്ഞുകൊണ്ട് ജഡനെ പോലെ നടക്കുന്നതുകൊണ്ട് ജഡഭരതൻ എന്ന് പേരിട്ടു. അങ്ങനെയുള്ള 3 ജന്മം കഴിയുമ്പോൾ അദ്ദേഹത്തിന് മുക്തി കിട്ടും. മനസ്സിലായില്ലേ? അങ്ങനെ ബാക്കിയുള്ള 9 പേര് ഭാരതവർഷത്തിന് ചുറ്റുമുള്ള നമ്മുടെ ഇപ്പോഴത്തെ ഓസ്ട്രേലിയ അതിനൊക്കെ ഓരോ പേര് ഞാൻ പണ്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ള 9 ദ്വീപുകളുണ്ടല്ലോ, ആ എല്ലാ സപ്തദ്വീപുകളിലും ബാക്കി എല്ലായിടത്തുമായിട്ട് അവര് ഭരിച്ചുകൊണ്ടിരുന്നു 9 മക്കള്. ബാക്കി 81 പേര് ബ്രാഹ്മണരായിത്തീരും. പിന്നെ ബാക്കിയുള്ള 9 പേര് വളരെ ആത്മജ്ഞാനികളായി തീരും. അതായത് 100 മക്കൾ ഉണ്ടായവരിൽ ഓരോരുത്തരൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്, ഇങ്ങനെ അവരൊക്കെ പിന്നെ യോഗികളായിട്ട് പിന്നെ ലോക നന്മയ്ക്ക് വേണ്ടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് യോഗികൾ. അങ്ങനെയാണ് ഉണ്ടായത്. സർവേശ്വരനായ ഹരിയുടെ പാർഷദന്മാരാണ് ഭവാന്മാർ. അതുകൊണ്ട് ലോകമംഗളത്തിന് അപ്പം അവരുടെ കൂട്ടത്തില് നവയോഗികൾ, അവരെയാണ് നവയോഗികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ നവയോഗികള്
പിന്നെ വിദേഹ രാജാവിന്റെ സ്ഥലത്ത് വന്നപ്പോൾ അദ്ദേഹം അവരെ ആദരിച്ച് പൂജിച്ച് അവരോട് പറഞ്ഞു, സർവേശ്വരനായുടെ ഹരിയുടെ പാർഷദന്മാരാണ് ഭവാന്മാർ. ലോകമംഗളത്തിനായി വിഷ്ണു ഭക്തന്മാർ ലോകത്ത് സഞ്ചരിക്കുന്നുണ്ടല്ലോ. ദേഹികൾക്ക് മനുഷ്യജന്മം ദുർലഭമാകുന്നു, അത് ക്ഷണഭങ്കുരവുമാണ്. അങ്ങനെയുള്ള മനുഷ്യജന്മത്തിൽ വിഷ്ണുവിന് പ്രിയന്മാരായ ഭാഗവതന്മാരെ കാണാൻ പ്രയാസമാണ്. ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ഭാഗവത ധർമ്മങ്ങൾ അനുഷ്ഠിച്ചാലാണ് ഭഗവാൻ പ്രസന്നനായി തീരുന്നതെന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞു. അപ്പൊ മഹർഷിമാര് പറഞ്ഞു, ഭാഗവത ധർമ്മങ്ങൾ കേട്ട് സന്തുഷ്ടനായ നിമി എല്ലാം പറഞ്ഞു കൊടുത്തു. അവര് യോഗീശ്വരന്മാരെയൊക്കെ പൂജിച്ചു. എന്നിട്ട് അവര് പോയി. നിമി ഭാഗവതധർമ്മങ്ങൾ അനുഷ്ഠിച്ച് മുക്തി നേടും. അങ്ങനെ ശുകനപ്പ ചോദിച്ചു, ബ്രഹ്മാവ് ദേവന്മാരോടുകൂടി ഭഗവാനെ സ്മരിച്ചു ഈ സമയത്ത്. അതൊരു ഭാഗത്ത് ഇങ്ങനെ ഒരു ലോകത്ത് പല സംഭവങ്ങളും പല സമയത്ത് നടക്കുമല്ലോ, അത് നടക്കുന്നെന്ന് നമ്മളടുത്ത് പറയുന്നത്. ഇവിടെ ശുകൻ പറയാണ്, അപ്പൊ ബ്രഹ്മാവ് ദേവന്മാരോടും എല്ലാവരോടും കൂടി ആകാശദേശത്ത് നിന്നുകൊണ്ട് കൃഷ്ണനോട് സംസാരിക്കും. ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ഭൂഭാരം തീർക്കുന്നതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് അങ്ങ് ശ്രീകൃഷ്ണ വേഷം രൂപം എടുത്തുകൊണ്ട് ഇവിടെ വന്നു, ഭൂമിയിൽ വന്നു, ഭൂഭാരം തീർത്തു, ധർമ്മം സ്ഥാപിച്ചു, ധർമ്മം പുനഃസ്ഥാപിച്ചു, എല്ലാ മഹനീയ കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞു. കലികാലത്തിൽ അങ്ങയുടെ നാമസ്മരണ കൊണ്ട്, അങ്ങയുടെ കീർത്തി പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർക്ക് മുക്തി ഉണ്ടാവാൻ പോകുന്നത്. അങ്ങയുടെ നാമസ്മരണ, നാമജപം കൊണ്ട് മാത്രമാണ് കലികാലത്തില് എല്ലാ മനുഷ്യർക്കും മുക്തി ലഭിക്കും, അവർക്ക് സന്തോഷമുണ്ടാകും. പക്ഷെ അങ്ങേക്ക് ഇപ്പൊ 125 വയസ്സായി, അങ്ങ് തിരിച്ചു വരേണ്ട സമയമായി, സ്വധാമത്തിലേക്ക് മടങ്ങി വന്നാലും എന്ന് പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ്, നിങ്ങളുടെ കാര്യമൊക്കെ ഞാൻ സാധിച്ചു, ഭൂമിയുടെ ഭാരവും ഒടുങ്ങി. പക്ഷേ എനിക്ക് ഇപ്പോഴങ്ങോട്ട് വരാൻ പറ്റില്ല. എനിക്ക് യാദവ വംശത്തിനെ ഉന്മൂലനാശനം ചെയ്യണം. യാദവ വംശത്തെ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് എനിക്ക് പോവാൻ സാധിക്കില്ല. കാരണം യാദവ വംശത്തിൽ ഒരുപാട് പിന്നെ അമംഗളകരമായ കാര്യങ്ങൾ നടക്കുന്നു. അവരൊരുപാട് പേര് വളരെ മോശപ്പെട്ട സ്വഭാവങ്ങളിലേക്ക് താമസികരായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് യാദവ വംശത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് വരാൻ പറ്റില്ല. അവരെ കൂടെ ഒന്ന് ഉന്മൂലനം ചെയ്ത ശേഷമേ എൻ്റെ ധർമ്മ സംരക്ഷണം പൂർത്തിയാവുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവും പിന്നെ ദേവന്മാരും അപ്രത്യക്ഷരായി. ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ധാരാളം ദുശകുനങ്ങളും ഒരുപാട് തരത്തിലുള്ള പിന്നെ ഇതൊക്കെ കുലത്തിന് അപ്പം സംഭവിക്കാൻ തുടങ്ങും. പലതും അവർ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു വന്നു. അപ്പൊ ഇത് കണ്ടപ്പോ ഭഗവാൻ തന്നെ, കൃഷ്ണൻ തന്നെ അവരോട് പറഞ്ഞു, ആരോഗ്യമുള്ള എല്ലാവരും, സ്ത്രീകളും വൃദ്ധന്മാരും ഒഴിച്ച് എല്ലാ യദുക്കളും, യാദവന്മാരെല്ലാവരും നേരെ പ്രഭാസ തീരത്തേക്ക് പോകണം. അവിടെ ചെന്ന് പിന്നെ ബലികളും ഒക്കെ ചെയ്ത് നിങ്ങളുടെ പുണ്യം വർദ്ധിപ്പിക്കാനുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യണം. അവിടെ ചെന്ന് നിങ്ങൾ യജ്ഞാതി കർമ്മങ്ങളും പൂജാ പരിപാടികളൊക്കെ ചെയ്തിരുന്നാലേ ഈ വഴിയുള്ള ഇങ്ങനെയുള്ള ദുർനിമിത്തങ്ങളൊക്കെ ഇല്ലാതെ ആവുകയുള്ളൂ. അതുകൊണ്ട് വൃദ്ധന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒഴിച്ചുള്ള എല്ലാവരും പ്രഭാസ തീരത്തേക്ക് പോകാൻ പറയും. അങ്ങനെ പോവും. അപ്പോഴത്തേക്കും ആണ് ദുർനിമിത്തങ്ങളെല്ലാം കണ്ടിവരെയും പറഞ്ഞയച്ചു കഴിഞ്ഞപ്പോ ഉദ്ധവർ ഭഗവാന്റെ കസിനാണ്, ഭഗവാന്റെ വളരെ ആപ്തമിത്രമാണ്, ഭഗവാന്റെ മന്ത്രിയാണ്. എല്ലാം കൊണ്ടും ഉദ്ധവർ ഭഗവാന് സമനാണ്. ഉദ്ധവർ വിഷ്ണുകുലത്ത് ജനിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ എല്ലാ സ്വഭാവം വൈഷ്ണവനാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം പിന്നെ ഗോപികമാരെ ഗോപവാടിയിൽ പോയപ്പോ അവര് ശ്രീകൃഷ്ണനാണെന്ന് തെറ്റിദ്ധരിക്കും. അത്രയ്ക്ക് സാമ്യമാണ് ഭഗവാനായിട്ട്, സാരൂപ്യം. അങ്ങനെയുള്ള ഉദ്ധവരാണ്. അപ്പൊ ഉദ്ധവര് വന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, അങ്ങ് എല്ലാ കാര്യങ്ങളും തീർത്ത് പോകാൻ തയ്യാറാവുകയാണല്ലേ, അങ്ങ് പോകുമ്പം എന്നെയും കൂടെ കൊണ്ടുപോകണം, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകരുതേ എന്ന് പറയും. എന്നെയും കൂടെ അങ്ങ് സ്വധാമത്തിലേക്ക് കൊണ്ടുപോകണേ എന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ പറഞ്ഞു, ഉദ്ധവരെ, ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യമാണ് ഭഗവാൻ ആവശ്യപ്പെട്ടത്. ഞാൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങി ചെല്ലണമെന്ന് ദേവന്മാർ ആഗ്രഹിക്കുന്നു. ബ്രഹ്മാവിന്റെ അപേക്ഷ അനുസരിച്ച് ദേവകാര്യം മുഴുവൻ ഞാൻ സാധിച്ചു. ശാപഗ്രസ്തമായ ദാതകുലം പരസ്പരം കലഹിച്ചുകൊണ്ട് നാശമടയും. അതാണ് ഭഗവാന്റെ സങ്കല്പം. ഇന്നേക്ക് 7-ാം ദിവസം ദ്വാരക സമുദ്രത്തിൽ ആഴ്ന്നു പോകും. എന്റെ അന്തർധാനത്തോടുകൂടി ഈ ലോകത്തിലെ ഐശ്വര്യം നശിക്കും. ഇവിടെ കലി ലോകത്തെ ആക്രമിക്കും. കലിയുഗത്തിൽ ജനങ്ങൾ അധർമ്മ തൽപരരായി തീരും. അവർ പിന്നെ സ്വജനങ്ങളോട്, അതുകൊണ്ട് തന്നെ ഭഗവാൻ ഒരു കാര്യം, അതായത് യുദ്ധവരൊരു കാര്യം ചെയ്യണം,
സ്വജനങ്ങളോടും ബന്ധുക്കളോടുമുള്ള ബന്ധമൊക്കെ ഒഴിഞ്ഞ് അവരോടുള്ള മമതാ ബന്ധങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്ത് എന്നിൽ മനസ്സുറപ്പിച്ച് സമാധാന ചിത്തനായിട്ട് പിന്നെ സമത്വത്തോടുകൂടി സഞ്ചരിക്കുക, ഇവിടെ നിൽക്കണ്ട എന്ന് പറയാണ്. അപ്പൊ ഉദ്ധവർക്ക് അപ്പൊ ഒരാഗ്രഹം തോന്നി, അങ്ങനെ വെറുതെ പോയാൽ എങ്ങനെയാ, ഭഗവാന്റെ കൂടെ ഇത്ര കാലം ജീവിച്ചിട്ട് ഭഗവത് തത്വം അറിയാതെ ഞാൻ വെറുതെ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് എന്താ കാര്യം? ഭഗവാനെ, എനിക്ക് ഭഗവാന്റെ തത്വം അറിയണം. ആ തത്വം ഗ്രഹിക്കാനായിട്ട് എനിക്ക് മോക്ഷത്തിനായി അങ്ങയുടെ സന്യാസ ലക്ഷണമായ ത്യാഗമാണല്ലോ അങ്ങേ ഉപദേശിച്ചു. അതായത് എല്ലാം ഉപേക്ഷിച്ചിട്ട് പോവാൻ പറഞ്ഞില്ലേ. വിഷയത്യാഗം വിഷയാസക്തന്മാർക്ക് ദുഷ്കരമാണ്. അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല. പോയാലും മനസ്സ് ഇവിടെ ആയിരിക്കും, മനമെങ്ങും മിഴിയെങ്ങും. അങ്ങനെ ഇവിടെയാണ് ദേഹം ഒരു സ്ഥലത്ത്, മനസ്സ് മുഴുവൻ വിഷയങ്ങളിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങയിൽ ഭക്തിയില്ലാത്തവർക്ക് അത് വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് മന്ദമതിയായ ഞാൻ അങ്ങയുടെ മായയാൽ കൽപ്പിതമായ ദേഹാദികളിൽ എന്റേതെന്നും ഞാനെന്നുമുള്ള ഭാവം കൊണ്ട് മുഴുകിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഞാന് എങ്ങനെയാണ് ക്ലേശമില്ലാതെ അങ്ങ് അരുളിയ, ഇപ്പൊ പറഞ്ഞില്ലേ എന്നോട് എല്ലാം ഉപേക്ഷിച്ചിട്ട് പോവൂ, അത് സന്യാസമാണ്. എങ്ങനെയാണ് ഞാൻ സന്യാസം സ്വീകരിക്കുക സ്വാമി? അതിന് വേണ്ട ഉപദേശം എനിക്ക് തരണം. ഇതാണ് ഉദ്ധവഗീത. ഭഗവാന്റെ ഉദ്ധവഗീത എന്ന് പറഞ്ഞ അത് അർജുനന്റെ ഗീത പോലെ തന്നെ അതിശ്രേഷ്ഠമായ ഗീതയാണ് ഉദ്ധവഗീത. ആ ഉദ്ധവഗീതയാണ് ഭഗവാൻ ഇനി പറയാൻ പോകുന്നത്. ലോകത്തിൽ തത്വാന്വേഷകരായ ആളുകൾ അശുഭവാസനകളിൽ നിന്നും സ്വയം ഉദ്ധരിക്കുന്നു. തനിക്ക് ഗുരു താൻ തന്നെയാണ്. സാഖ്യവും യോഗവും അനുഷ്ഠിക്കുന്നവർ സർവശക്തനായ എന്നെ സ്പഷ്ടമായിട്ട് അറിയും. സാഖ്യയോഗവും അതായത് കർമ്മയോഗം നമ്മൾക്ക് സ്വാമി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അനുഷ്ഠിക്കുന്നവർ എന്നെ തന്നെ പ്രാപിക്കും. ഞാൻ ഉപദേശിച്ച ധർമ്മങ്ങൾ ശ്രദ്ധയോടുകൂടി എന്നെ ആശ്രയിച്ച് വർണ്ണാശ്രമധർമ്മങ്ങളും കുലാചാരങ്ങളും അനുഷ്ഠിക്കണം. വിഷയങ്ങളെ കാക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ വിഷയങ്ങൾ പരമാർത്ഥങ്ങൾ എന്ന് കരുതുന്നതിനാൽ അവർ എല്ലാ പ്രവർത്തികളും വിപരീത ഫലത്തിൽ അവസാനിക്കും. കാരണം വിഷയകാമത്തോടുകൂടി എന്ത് പ്രവൃത്തി നമ്മൾ എത്ര യജ്ഞം ചെയ്താലും യാഗം ചെയ്താലും ഒന്നും പ്രയോജനം ഉണ്ടാവില്ല, വിപരീത ഫലം ഉണ്ടാവുകയും ചെയ്യും. സ്വപ്നത്തിലെ വിഷയദർശനവും മനോരാജ്യത്തിലെ സങ്കല്പവും പോലെ തന്നെ അയഥാർത്ഥമാണ് ഗുണകാര്യമായി. ശരീരം എന്ന് പറഞ്ഞാൽ ഗുണസംഭൂതമാണ് അല്ലെ, ത്രിഗുണങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചം. അപ്പൊ ഇവിടെ ഇരുന്ന് എന്ത് കാര്യം ചെയ്താലും ഇവിടെ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും എല്ലാം സ്വപ്ന സദൃശമാണ്. സ്വപ്നത്തിൽ നിങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ മനോരാജ്യം സങ്കല്പം, വല്ല സത്യമുണ്ടോ? നമ്മൾ ഇരുന്നിട്ട് മനോരാജ്യം കാണും, എന്തെല്ലാം മനോരാജ്യങ്ങളാണ് നമ്മൾ കാണുക അല്ലെ, എന്തൊക്കെ സങ്കല്പങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. അത് വല്ലതും സത്യമാണോ? ഒന്നും സത്യമല്ല. നമുക്ക് ഉണർവ് വരും. അതായത് സ്വപ്നത്തിൽ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ കാണുന്നു, ഉണർന്നു കഴിയുമ്പോൾ ഒന്നുമില്ല. ഭഗവാൻ പറഞ്ഞു അത് തന്നെയാണ് ഈ ജീവിതം, പ്രപഞ്ച ജീവിതം അതുപോലെ തന്നെ ഇല്ലാത്തതാണ് എന്ന് പറയാണ്. അതുകൊണ്ട് എന്താണ് വേണ്ടത്? എന്നെ അറിഞ്ഞവരും ശാന്തരും എനിക്ക് സമന്മാർ, എന്നുമായിട്ട് സാരൂപ്യം പ്രാപിച്ചവരും ആയ ഗുരുവിനെ സേവിക്കണം. അങ്ങനെ സേവിക്കുമ്പോ ശിഷ്യൻ നിർമത്സരനും നിർമ്മമനും സമർത്ഥനും ദൃഢസൗഹൃദനും തത്വജിജ്ഞാസുവും അസൂയരഹിതനും വ്യക്തവാക്കുകൾ ഉച്ചരിക്കാതെ മൗനിയും ആയി ഇരിക്കും. ഭാര്യ, മക്കൾ, ബന്ധുക്കൾ, വീട്, ധനം മുതലായതിലൊന്നും അയാൾക്ക് ആസക്തി ഉണ്ടായിരിക്കില്ല. അയാൾ ഉദാസീനനായിരിക്കും. എന്തെന്നാൽ ആത്മാവ് സർവത്ര സമമായിരിക്കുന്നത് കൊണ്ട് അവരിൽ നിന്നും പ്രത്യേകം പ്രയോജനമൊന്നുമില്ല. ആത്മാവ് എല്ലാത്തിനും സമമായിരിക്കുന്നു. അപ്പൊ ഈ ബന്ധുക്കൾ നമ്മൾ പറയുന്ന ഈ പ്രാപഞ്ചികമായ ഒരു കാര്യത്തിൽ നിന്നും ആർക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല. ദ്രഷ്ടാവും സ്വയം പ്രകാശവുമായ ദ്രഷ്ടാവ് എന്ന് വെച്ചാൽ കാണുന്ന ആൾ. ദ്രഷ്ടാവ് ആരാണ്? ആത്മാവാണ്. നമ്മൾ ചെയ്യുന്നതെല്ലാം സാക്ഷിഭൂതനായിട്ട് നിൽക്കുന്നത് ആത്മാവാണ്. അപ്പൊ ദ്രഷ്ടാവും പ്രകാശമാണ് ആത്മാവ്. വിദ്യാണ്. അപ്പൊ ആത്മാവ് സൂക്ഷ്മ ശരീരത്തിൽ നിന്നും വിലക്ഷണനാകുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ആൾക്കാർക്ക് ഈ ആത്മാവ് മാറി നിന്നുകൊണ്ട് സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളിൽ നിന്നും വിലക്ഷണമെന്ന് വെച്ചാൽ മാറി നിൽക്കുന്നു, വിട്ടുപോകുന്നു. ജീവൻ ഇന്ദ്രിയങ്ങളിൽ അഭിമാനിക്കുന്ന നിമിത്തം കർമ്മഫലങ്ങളെ ഭുജിക്കുന്നു. എന്താണ്? ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ, ബാഹ്യോന്മുഖമായ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ലോകം അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവുന്നു? നമുക്ക് എല്ലാ കർമ്മങ്ങളോടും ഫലം കാംക്ഷ ഉണ്ടാവുന്നു. ഭഗവാൻ എന്താണ് പറഞ്ഞത്? ഫലകാംക്ഷ ഉപേക്ഷിക്കണം.
അപ്പൊ ഫലകാംക്ഷ ഉണ്ടാകുന്നത് കൊണ്ട് എന്തുണ്ടാവുന്നു? അതിന്റെയൊക്കെ ഫലം നമ്മൾ ഭുജിക്കുന്നു, അതായത് അനുഭവിക്കുന്നു. ഗുണവൈഷമ്യ നിമിത്തം ഉപാധികൾക്ക് നാനാത്വമുള്ള കാലത്തോളം ആത്മാവിനും നാനാത്വം ഉണ്ടാവും. അതായത് ഗുണങ്ങൾ ത്രിഗുണങ്ങൾ, ആ ത്രിഗുണങ്ങളിൽ മുഴുകി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിനും അതേ ഭാവം തന്നെ വന്നു ചേരുന്നു. നാനാത്വം ഉള്ളിടത്തോളം കാലം ഏകത്വമാണ് ഉണ്ടാവേണ്ടത്. ഞാനും സർവ്വതും ഭഗവാനും എല്ലാം ഒന്നാണ്, പരമാത്മാവ് തന്നെയാണ് ഇത് മുഴുവൻ എന്ന് അറിയുന്ന ആ അറിവ്, ഏകത്വം. ഏകോഹം ബഹുസ്യാം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഞാൻ ഏകനാണ്, എല്ലാം എന്നിൽ നിന്നും വന്നതാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ. അതുവരെ പാരതന്ത്ര്യം തന്നെയായിരിക്കും അനുഭവിക്കുക. അതിനാൽ ഈ ലോകത്തെ ഉപാസിക്കുന്നവർ ദുഃഖഗ്രസ്തരായി മോഹഭരിതരായി തീരുന്നു. ഗുണസമ്മേളനത്താൽ ഗുണവൈഷമ്യം സംഭവിക്കുമ്പോൾ ആത്മാവ് കാലം, സ്വഭാവം, ആഗമം, ധർമ്മം എന്നിങ്ങനെ എന്നെ പല പേരിൽ വിളിക്കുന്നു. ഉദ്ധവർ ചോദിച്ചു, ദേഹി എന്ന് വെച്ചാൽ ആത്മാവ് ഗുണകാര്യങ്ങളായ ശരീരാദികളിൽ വർദ്ധിക്കുമ്പോൾ, ഗുണം കൊണ്ടാണല്ലോ പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിന് ത്രിഗുണങ്ങളുണ്ട്. അതിൽ വർദ്ധിക്കുമ്പോൾ ദേഹധർമ്മങ്ങളിൽ ബദ്ധനാകാതിരിക്കുന്നത് എങ്ങനെയാണ്? ഈ ദേഹി എന്ന് പറഞ്ഞ ആത്മാവ് ഈ ദേഹത്തിലിരിക്കുമ്പോ എങ്ങനെയാണ് ബദ്ധനാകാതിരിക്കുക? ആത്മാവ് ഗുണാതീതനാണെങ്കിൽ ദേഹബന്ധനം എങ്ങനെയാണ് ഭവിക്കുന്നത്? മുക്തൻ എങ്ങനെയാണ് പ്രവർത്തിക്കുക, എങ്ങനെയാണ് പിന്നെ വിഹരിക്കുക എന്ന് ചോദിക്കും. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ബദ്ധനെന്നും മുക്തനുമുള്ള വ്യവഹാരി എന്റെ സത്വാദി ഗുണങ്ങൾ മൂലം ഉണ്ടാവുന്നതാണ്. ബദ്ധനെന്നും മുക്തനെന്നുള്ള ഭാഗവും ഭഗവാന്റെ സത്വാദി ഗുണങ്ങൾ, ഇത് സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങൾ മൂലം ഉണ്ടാകുന്നതാണ്. അല്ലാതെ വാസ്തവത്തിൽ അതില്ല. ഗുണത്തിന് മൂലം മായയായതുകൊണ്ട് എനിക്ക് ബന്ധവുമില്ല, മോക്ഷവുമില്ല. സ്വപ്നം എപ്രകാരം ബുദ്ധിയുടെ വ്യാപാരം മാത്രമാണോ, അതുപോലെ ഉൽപ്പത്തി, ശോകമോ, മോഹങ്ങൾ, സുഖദുഃഖങ്ങൾ എന്നിവയോടുകൂടിയ സംസാരവും മായാപരിണാമങ്ങൾ മാത്രമാണ്. ഭഗവാനിൽ നിന്ന് വേർപെട്ടു വന്ന വിഷ്ണുമായയുടെ പ്രകടനങ്ങളാണ് ഈ പ്രപഞ്ചം. അപ്പൊ അതിന് ഭഗവാൻ അതുമായിട്ട് ബന്ധമില്ല എന്ന് പറയുകയാണ്. അത് വാസ്തവമല്ല, അത് വാസ്തവമേ അല്ല, അത് വെറും തോന്നലാണ്. മനസ്സിലായില്ലേ? നമ്മുടെ സ്വപ്ന സദൃശ്യം അതാണ്. ജീവികൾക്ക് ബന്ധത്തെയും മോക്ഷത്തെയും ഉണ്ടാക്കുന്ന വിദ്യ നിന്നും അന്യവും എന്റെ അംശവുമായ ജീവിക്ക് വിദ്യ കൊണ്ട് അനാദിയായ ബന്ധുവും വിദ്യ കൊണ്ട് മോക്ഷവും സംഭവിക്കുന്നു. അവിദ്യ കൊണ്ടാണ്, അജ്ഞാനം കൊണ്ടാണ്. അജ്ഞാനം എന്ന് വെച്ചാൽ നമ്മൾ ഈ മായാ പ്രപഞ്ചത്തെ സത്യമായിട്ട് അനുഭവിക്കുന്നതാണ് അവിദ്യ. ഗുണഭൂയിഷ്ടമായ പഞ്ചഭൂത നിർമ്മിതമായ ഈ പ്രപഞ്ചം സത്യമാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ അജ്ഞാനം കൊണ്ടാണ്. ജ്ഞാനം എന്ന് പറയുമ്പം അത് വിദ്യയായി മാറും. അവർക്ക് ഈ ലോകത്തെ പറ്റി അങ്ങനെ ഒരു വിചാരമില്ല. അതാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഉദ്ധവർ ചോദിച്ചു, അങ്ങയുടെ ഉപദേശം കേട്ടെങ്കിലും എനിക്ക് സംശയം തീരുന്നില്ലല്ലോ ഭഗവാനെ. എന്റെ മനസ്സിങ്ങനെ ഭ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ആദിയിൽ ഏകനും അവ്യക്തനും ത്രിഗുണങ്ങൾക്ക് ആശ്രയഭൂതനും ലോകപത്മത്തിന് കാരണഭൂതനുമായ സമഷ്ടി ജീവസ്വരൂപമായ ഈശ്വരൻ കാലത്താൽ വാഗാദി ഇന്ദ്രിയദ്വാരേണ വിത്ത് വിളനിലത്തിൽ മുളയായും ഇലയായും മറ്റും രൂപം പ്രാപിക്കുന്നത് പോലെ ബഹുരൂപനെ പോലെ പ്രകാശിക്കുന്നു. ഒരു വിത്തിൽ നിന്നുമാണ് മുളയും ഇലയും കായും ഒക്കെ ഉണ്ടാവുന്നത് അല്ലെ? ഈ സമഷ്ടി, എല്ലാത്തിനും കാരണഭൂതനായ ഭഗവാൻ, സമഷ്ടിയായ ഈശ്വര രൂപം, ജീവസ്വരൂപനായ ഈശ്വരൻ, പിന്നെ ഇന്ദ്രിയ വാഗ്വാദി എന്ന് പറയുമ്പോൾ വാഗ്വാദി ഇന്ദ്രിയദ്വാരേണ, ഇന്ദ്രിയങ്ങളാൽ എങ്ങനെയാണോ ഒരു വിത്തിൽ നിന്നും മുളയും ഇലയും ഒക്കെ ഉണ്ടാകുന്നത്, അതുപോലെ നാനാരൂപങ്ങളെ പ്രാപിക്കുന്നു. വസ്ത്രം നൂലിൽ വർത്തിക്കുന്നത് പോലെ സമഷ്ടി വൃഷ്ടി രൂപമായ ഈ വിശ്വം. വസ്ത്രം എങ്ങനെയാണ് നൂലിൽ വർത്തിക്കുന്നത്? അതിന്റെ അടിസ്ഥാനമല്ലേ? വസ്ത്രത്തിന്റെ അടിസ്ഥാനം എന്താണ്? നൂല് കൊണ്ട് ഊടും പാവും ഇടുമ്പോഴേ ഒരു വസ്ത്രം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ അപ്പം സമഷ്ടിയും വൃഷ്ടിയും അതുപോലെയാണ് ഈ വിശ്വം ഈശ്വരനിൽ ഓതപ്രോതമായി നിലകൊള്ളുന്നു. എങ്ങനെയാണോ ഒരു വസ്ത്രം ഒരു നൂലിൽ അടങ്ങിയിരിക്കുന്നത്, വസ്ത്രം എന്ന് വെച്ചാൽ നൂലാണല്ലേ, നൂല് കൊണ്ട് ഊടും പാവും ചെയ്തത്, അതുപോലെയാണ് ഈശ്വരനിലാണ് ഈ സമഷ്ടിയും വ്യഷ്ടിയും എല്ലാം അടങ്ങിയിരിക്കുന്നത്. അതിന്റെ ബേസ്, അതിന്റെ അടിസ്ഥാനം. അനാദിയും പ്രവൃത്തി സ്വഭാവവുമായ സംസാര വൃക്ഷം
ഭോഗവർഗരൂപമായ പുഷ്പഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു. ഈ സംസാര വൃക്ഷം പുണ്യപാപങ്ങൾ എന്ന 2 വിത്തുകളും വാസനകളാകുന്ന അനേകം വേരുകളും ത്രിഗുണങ്ങളാകുന്ന 3 തായ് തടികളും പഞ്ചഭൂതങ്ങളാകുന്ന 5 വലിയ ശാഖകൾ. ഒരു സംസാരത്തെ ഒരു വൃക്ഷമായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ആ വൃക്ഷത്തിന്റെ പിന്നെ ഭോഗഫലങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന ഭോഗഫലങ്ങളാണ് അതിന്റെ പുണ്യഫലങ്ങൾ, പുണ്യപാപ ഫലങ്ങൾ. അതിന്റെ അതിന്റെ 2 വിത്താണ് അതിനുള്ളത്, പുണ്യവും പാപവും എന്ന 2 വിത്തുകളാണ് ഈ വൃക്ഷത്തിനുള്ളത്. അതില് വേരുകൾ ഒരുപാടാണ്. ഒരു വൃക്ഷത്തിന് ഒരുപാട് വേരുകൾ ഉണ്ടാവല്ലോ. ഈ വൃക്ഷത്തിന്റെ, സംസാര വൃക്ഷത്തിന്റെ വേരെന്താണ്? വാസനകളാണ്. വാസനകൾ എന്താണ്? നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങളാണ് വാസനകളായിട്ട് രൂപപ്പെടുന്നത്. അപ്പൊ ആ വാസനകളും 3 തായ്തടിയുണ്ട് ഈ വൃക്ഷത്തിന്. ഓരോ തായ്തടി ഓരോ ഗുണമാണ്. സത്വ രജ സ്തമോ ഗുണങ്ങളായ 3 തായ്തുടികളും പഞ്ചഭൂതങ്ങളാകുന്ന 5 വലിയ ശാഖകളും ശബ്ദാദി പഞ്ചവിഷയം, അതായത് പഞ്ചഭൂതങ്ങളുടെ തന്മാത്രയായ ശബ്ദം, കാഴ്ച, സ്പർശം ആദിയായ തന്മാത്രകളായ 5 രസങ്ങളും ഏകാദശ ഇന്ദ്രിയങ്ങളാകുന്ന, ഏകാദശ ഇന്ദ്രിയങ്ങൾ എന്താണ്? 10 ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും, അതാണ് ഏകാദശ ഇന്ദ്രിയങ്ങൾ. ഏകാദശ വെച്ചാൽ 11 ഇന്ദ്രിയം എന്ന് പറയുന്നത് 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും കൂടുമ്പം ഏകാദശ ഇന്ദ്രിയമാവും. അങ്ങനെ അതിന് 11 ഉപശാഖകളും വാദം പിത്തം കഫം എന്ന് പറഞ്ഞ 3 തോലുകളുണ്ട്. വൃക്ഷത്തിന് തോലുണ്ടല്ലോ, ഈ 3 തോലുകളാണ് വൃക്ഷത്തിനുള്ളത്. വാദം പിത്തം കഫം. അത് കഴിഞ്ഞിട്ടോ സുഖദുഃഖങ്ങൾ എന്ന 2 പഴങ്ങളുണ്ട്. ജീവാത്മാവും പരമാത്മാവും എന്ന 2 പക്ഷികളുടെ കൂടുകളും സൂര്യലോകം വരെ വ്യാപിച്ചു കിടക്കുന്നതുമാണ് ഈ സംസാര വൃക്ഷം. ഈ വൃക്ഷത്തിന്റെ 2 ഫലങ്ങളിൽ ഒന്നായ ദുഃഖത്തെ ഗൃഹസ്ഥന്മാരും അപരഫലമായ സുഖം ത്യാഗികളും അനുഭവിക്കുന്നു. അപ്പം ഗൃഹസ്ഥന്മാരായ എല്ലാവർക്കും ദുഃഖം അനുഭവിച്ചേ തീരൂ. ഏതെങ്കിലും ഒരു സമയത്ത് ദുഃഖമില്ലാതിരിക്കാൻ ഗൃഹസ്ഥരെ കൊണ്ട് സാധിക്കില്ല. അത് അവർക്ക് വിധിച്ചിരിക്കുന്നതാണ്. അവർക്ക് ദുഃഖമുണ്ടാവും. നേരെ മറിച്ച് എല്ലാം ഉപേക്ഷിച്ച് ത്യാഗിയായി സന്യാസിയായി ജീവിക്കുന്ന ഒരാൾക്ക് സുഖം മാത്രമേ ഉള്ളൂ. സർവ്വം എല്ലാം ഒന്നായി കാണുന്നത് കൊണ്ട്, ഏകത്വം മാത്രമുള്ളത് കൊണ്ട്, നാനാത്വം ഇല്ലാത്തത് കൊണ്ട് ത്യാഗിക്ക് എപ്പോഴും സുഖമായിരിക്കും. ഗൃഹസ്ഥനായ ഏകത്വമില്ല, നാനാത്വത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഇപ്രകാരം രൂപവാസന ഉണ്ടാകുന്ന ഏകാന്ത ഭക്തിയാൽ നിശ്ചിതമാക്കിയ വിദ്യാകാരത്താൽ ബുദ്ധിമാൻ ത്രിഗുണാത്മകമായ ലിംഗശരീരത്തെ നിശേഷം നശിപ്പിച്ച് പിന്നെ പരമാത്മാവിനെ പ്രാപിക്കണം. ലിംഗശരീരം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ശരീരത്തെ നശിപ്പിക്കാന്ന് വെച്ചാൽ അതിനെ ചുട്ടുകളയാന്നൊന്നുമല്ല അർത്ഥം. അതിനെ ഉപേക്ഷിച്ചുകൊണ്ട്, മനസ്സാ ഉപേക്ഷിച്ചുകൊണ്ട് പിന്നെ ഭഗവാന്റെ തത്വത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പിന്നെ ജീവിക്കണം. എന്നിട്ട് അങ്ങനെ ഒരു പരമാത്മതത്വം മനസ്സിലായി കഴിയുമ്പം അതിലേക്ക് നയിക്കുന്ന സാധനങ്ങളാണ് അസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. അതൊന്നും ആവശ്യം വരുന്നില്ല. പിന്നെ സാധനങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ആ ജ്ഞാനിയായ, ആ ത്യാഗിയായ മനുഷ്യൻ സർവജ്ഞാനിയായി കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് ഈശ്വരപ്രാപ്തി തന്നെ ലഭിച്ചു കഴിഞ്ഞു. ഈശ്വര സാക്ഷാത്കാരം ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ ഈശ്വര സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞു. ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ശരീരത്തെ നശിപ്പിച്ചു കഴിഞ്ഞു. അതായത് ശരീരബോധം ഇല്ലാതെ ആയി കഴിഞ്ഞു. അതാണ് ശരീരത്തെ നശിപ്പിക്കുക. എന്നിട്ട് എന്തുണ്ടായി? സാധനാരൂപമായ എല്ലാം ഉപേക്ഷിക്കാം പിന്നെ. കാരണം അദ്ദേഹം ഭഗവാനുമായിട്ട് ഐക്യം പ്രാപിച്ചു കഴിഞ്ഞു. സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങൾ ബുദ്ധിയുടെ ഗുണങ്ങളാകുന്നു. ബുദ്ധിയിൽ നിന്നാണ് സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങൾ ഉണ്ടാവുന്നത്. അത് ആത്മാവിന്റെ അല്ല. സത്വം കൊണ്ട് മറ്റു രണ്ടിനെയും ഹനിക്കണം. സത്വഗുണമാണ് നമുക്ക് വേണ്ടത്. സത്വത്തെ സത്വം കൊണ്ട് തന്നെയും ഹനിക്കണം. സത്വം വർദ്ധിക്കുമ്പോൾ ജീവന് മൽഭക്തി ലക്ഷണമായ ധർമ്മം ഉണ്ടാകും. മൽഭക്തി ലക്ഷണം, ഭഗവാനിൽ ഭക്തിയുള്ള ഒരാൾ എങ്ങനെയായിരിക്കും? വളരെ ധർമ്മിഷ്ഠനായിരിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞ സത്വഗുണം വർദ്ധിക്കുമ്പോൾ ധർമ്മം വർദ്ധിക്കും. അതുകൊണ്ട് സാത്വികങ്ങളായ പദാർത്ഥങ്ങളുടെ സേവനം കൊണ്ടും സത്വം വർദ്ധിക്കും. എല്ലാം നമ്മൾ സാത്വികമായ കർമ്മങ്ങൾ ചെയ്യുക, സാത്വികമായ ഭക്ഷണം കഴിക്കുക, സാത്വികമായ പ്രവൃത്തികൾ, വാക്കുകൾ, ചിന്തകൾ ഇതൊക്കെ പാലിക്കുകയാണെങ്കിൽ നമുക്ക് സാത്വിക ഗുണം വർദ്ധിക്കും, ധർമ്മം വർദ്ധിക്കും. തന്മൂലം
സത്വവൃത്തി ഉണ്ടാകുന്ന ഉത്തമ ഭക്തി. സത്വം വർദ്ധിക്കുന്തോറും ധർമ്മം വർദ്ധിക്കുന്തോറും നമുക്ക് ഭഗവാനിൽ നിഷ്കപടമായ ഭക്തി ഉണ്ടാവും, നിഷ്കളങ്കമായ ഭക്തി ഉണ്ടാവും. ആ ഭക്തി ഉണ്ടാവുമ്പോൾ എന്ത് പറ്റും? ആ ഭക്തി കൊണ്ട് തന്നെ തമസും രജസ്സും ഇല്ലാതെയാവും, തമോ ഗുണവും രജോ ഗുണവും നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാവും. ശാസ്ത്രം, ജലം, ജനം, ദേശം, കാലം, കർമ്മം, ജന്മം, ധ്യാനം, മന്ത്രം, സംസ്കാരം, ഇതെല്ലാം ഗുണവൃത്തികളാണ്, ഗുണത്തിൽ നിന്നുണ്ടാവുന്നതാണ്. ഇതിനെല്ലാം കാരണങ്ങൾ 10 അവർ നിന്ദിക്കുന്നത് ഇതിനെയൊക്കെ ജ്ഞാനവൃദ്ധന്മാർ ഇതിനെയൊക്കെ പ്രശംസിക്കും. നിന്ദിക്കുന്നതോ താമസം. അവരെ ഈ ഗുണങ്ങളെയൊക്കെ നിന്ദിക്കുന്നവരാണ് താമസ ഗുണമുള്ളവർ. സ്തുതിക്കുകയോ നിന്ദിക്കുകയോ നോക്കാതെ ഉപേക്ഷയോടെ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്ന് വിചാരിക്കുന്ന ഉപേക്ഷാഭാവമുള്ളവരാണ് രാജസന്മാർ. അതുകൊണ്ട് സത്വവൃത്തിക്കായി സാത്വികങ്ങളായ ശാസ്ത്രാദികളെ സേവിക്കണം. നമുക്ക് സത്വം വർദ്ധിക്കണമെങ്കിൽ, സത്വഗുണം വർദ്ധിക്കണമെങ്കിൽ നമ്മൾ പുസ്തകപാരായണം, ശാസ്ത്രപാരായണം എന്ന് പറയണം. ഞാൻ ഒരുപാട് വായിക്കാറുണ്ട് എന്ന് നമ്മൾ പറയും. എന്താണ് നമ്മൾ വായിക്കുന്നത്? അതാണ് ഭഗവാൻ പറഞ്ഞത്. എന്താണ് വായിക്കേണ്ടത്? വായിക്കേണ്ടത് മാത്രം, അതായത് സത്വഗുണത്തെ വർദ്ധിപ്പിക്കുന്ന ശാസ്ത്ര പുസ്തകങ്ങൾ. എന്താണ് ശാസ്ത്ര പുസ്തകങ്ങൾ? ആത്മീയ ശാസ്ത്ര പുസ്തകങ്ങൾ മാത്രമേ വായിക്കാവൂ. മനസ്സിലാവുന്നുണ്ട്? അല്ലാതെ എല്ലാം വായിച്ചിട്ട് ഞാൻ ഒരുപാട് വായനശീലമുള്ളവരാണ് പറയുമ്പോൾ നമുക്ക് സത്വഗുണമോ ധർമ്മമോ ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. വായിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്തില്ല, ഈ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരില്ല. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ശാസ്ത്രാദികളെ മാത്രമേ നിങ്ങൾ സേവിക്കാന്ന് വെച്ചാൽ പഠിക്കാവൂ. അത് കഴിഞ്ഞിട്ട് സാത്വികങ്ങളായ ഭക്തിയും ജ്ഞാനവും ആത്മസാക്ഷാത്കാരവും അഭിമാനനാശം എന്ന് വെച്ചാൽ ഈഗോ, അഹംഭാവം, ഞാൻ എൻ്റെ എന്നുള്ള ഭാവത്തിനാണ് അഹംഭാവം അല്ലെങ്കിൽ അഭിമാനം എന്ന് പറയണം. ആ അഭിമാന നാശം ഉണ്ടാവണം. മുള തമ്മിൽ കൂട്ടിയെറിഞ്ഞുണ്ടാകുന്ന തീ കാടിനെ ദഹിപ്പിച്ച് കെട്ടടങ്ങുന്നത് പോലെ ത്രിഗുണ സമ്മേളനം കൊണ്ടുണ്ടാകുന്ന ദേഹം ത്രിഗുണങ്ങളെ നശിപ്പിച്ച് സ്വയം നാശമടയുന്നു. അതായത് രണ്ട് മരങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുമല്ലോ കാട്ടില്. എങ്ങനെയാണ് കാട്ടുതീ ഉണ്ടാകുന്നത്? ഈ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞുരഞ്ഞുരഞ്ഞാണ് തീ ഉണ്ടാകുന്നത്. എല്ലാത്തിലും തീ, അഗ്നി എന്ന് പറയുന്നത് അഗ്നി ഇല്ലാത്ത ഒരു സാധനവുമില്ല. ലോകത്തുള്ള സർവ്വ വസ്തുക്കളിലും തീ ഉണ്ട്. അപ്പൊ എന്ത് പറ്റുന്നു? അഗ്നി ഉള്ളത് കൊണ്ട് കൂട്ടിമുട്ടി ഒരസി വൃക്ഷങ്ങളിൽ നിന്ന് അഗ്നി ഉണ്ടാവും. ആ ഒരു തീപ്പൊരി കൊണ്ടാണ് കാട്ടുതീ ഉണ്ടാകുന്നത്. കാട്ടുതീ ഉണ്ടായിട്ട് എല്ലാം നശിക്കുന്നു. അതുപോലെയാണ് ഈ ത്രിഗുണങ്ങൾ കിടന്ന് ഉരസി നമ്മുടെ ദേഹത്തില്, നമ്മുടെ ശരീരത്തില് ത്രിഗുണങ്ങൾ ഇങ്ങനെ ഉരസിയാണ് നമുക്ക് വലിയൊരു കാട്ടുതീ പോലെ ഉണ്ടാവുന്നത്. അങ്ങനെ ആ ത്രിഗുണങ്ങൾ തന്നെ എന്തുണ്ടാവുന്നു? നമ്മുടെ ശരീരത്തെ ദഹിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ശരീരം നഷ്ടപ്പെടുന്നതല്ല, ശരീരബോധം ഇല്ലാതെയാവുന്നു. അപ്പൊ ഉദ്ധവർ ചോദിച്ചു, ഭഗവാനെ, വിഷയങ്ങൾ വിപൽക്കരമാണെന്ന് എല്ലാവർക്കും അറിയാം. വിഷയങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഭൗതികമായ മോഹങ്ങളും ഇന്ദ്രിയ പ്രധാനമായ കാര്യങ്ങൾക്കാണ് വിഷയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത് മോശമാണെന്നല്ല, അത് കാമം, ലോഭം, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, അങ്ങനെയുള്ളതിനാണ് വിഷയങ്ങൾ എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ അവയെ നായ, കഴുത, ആട് എന്നിവയെ പോലെ, നായും ആടും കഴുത എന്നിവയെ പോലെ ഭുജിക്കുന്നത് എന്തിനാ? നായ, ആട്, കഴുത ഇവരെന്താണ്? മൃഗങ്ങളെ പോലെ, അതായത് മൃഗീയ വാസനയുള്ളവരെ പോലെ. എന്തുകൊണ്ടാണ് മനുഷ്യർ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെ ഭുജിക്കുന്നത്? അത് ഭുജിക്കുക വെച്ചാൽ സന്തോഷിക്കുക അല്ലെങ്കിൽ ആസ്വദിക്കുക എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, വിവേകമില്ലാത്തവന് ദേഹാദിയിൽ ആത്മബുദ്ധി ജനിക്കുന്നു. അപ്പോൾ സത്വപ്രധാനമായ മനസ്സിനെയും ഘോരമായ രജോ ഗുണം വ്യാപിക്കുന്നു. വിവേകമില്ലാതെ വരുമ്പോ ദേഹബുദ്ധി ഉണ്ടാകുന്നു. ദേഹബുദ്ധി ഉണ്ടാകുമ്പോ എന്ത് വെച്ചു? മനസ്സ് സത്വപ്രധാനമായിരുന്നെങ്കിലും രജോ ഗുണം വരും. രജോ ഗുണം വരുമ്പോ മനസ്സിൽ ഓരോ വസ്തുവും നമുക്ക് ഭോഗവസ്തുവാണെന്ന് തോന്നും. അങ്ങനെയുള്ള സങ്കല്പം ഉണ്ടാകുമ്പം അവയുടെ ഗുണങ്ങളെ പറ്റി ധ്യാനിക്കും. അതായത് നമ്മൾ സാധാരണക്കാരായ മനുഷ്യരൊക്കെ ചെയ്യുന്ന അതാണ്. അപ്പൊ അങ്ങനെ എന്താണ്? അപ്പൊ ആ സങ്കല്പം ഉണ്ടാകുമ്പം അവയുടെ ഗുണങ്ങളെ പറ്റിയൊക്കെ ധ്യാനിക്കും. അങ്ങനെ ഗുണധ്യാനം കൊണ്ട് മനസ്സ് ദുഷിക്കുമ്പോ ദുസ്സഹമായ കാമം, ആഗ്രഹം ഉണ്ടാകും. ആഗ്രഹം ഉണ്ടാകുമ്പം രജോ ഗുണത്തിന്റെ വേഗത കൊണ്ട് പ്രേരിതനായിട്ട്
ഇന്ദ്രിയങ്ങളെ ഒന്നും അടക്കാതെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഇഷ്ടം പോലെ അങ്ങോട്ട് തുറന്നു വിടും. അതായത് ഒരു ഇന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളെ ഇഷ്ടം പോലെ അങ്ങോട്ട് തുറന്നു വിട്ടിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്ത് പറ്റും? ആ കർമ്മങ്ങളൊക്കെ ദുഃഖം കൊണ്ടുവരും. തീർച്ചയായിട്ടും ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിക്കാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ ദുഃഖത്തിൽ തന്നെ അവസാനിക്കും. അതുകൊണ്ട് വിവേകി രജസ്തമസുകളിൽ നിന്നും പിന്മാറിക്കൊണ്ട് വിഷയങ്ങളിലെ ദോഷങ്ങളെ പറ്റി ആലോചിക്കണം. വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ദോഷങ്ങളെ പറ്റി ആലോചിച്ച് പഞ്ചേന്ദ്രിയങ്ങളെ കൈയഴിച്ചു വിട്ടാൽ, നിയന്ത്രിക്കാതിരുന്നാൽ നമുക്കുണ്ടാകുന്ന ആപത്തുകൾ, ദുഃഖങ്ങൾ ഇവയെ പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ട് വിഷയാസക്തിയിൽ നിന്ന് മോചനം നേടണം. അങ്ങനെ അവധാനപൂർവം ഒരു നിരുത്സാഹനാവാതെ, ഇതൊന്നും കൊണ്ട് പെട്ടെന്ന് ഫലം കിട്ടില്ല. അപ്പൊ നമുക്ക് നിരുത്സാഹപ്പെടാൻ പാടില്ല. നിരുത്സാഹപ്പെടാതെ വളരെ നിർദ്ദിഷ്ട സമയത്ത് നിർദ്ദിഷ്ട സ്ഥലത്ത് മനസ്സിനെ അർപ്പിച്ച് ധ്യാനം ചെയ്ത് ജിതേന്ദ്രിയനായിക്കൊണ്ട് വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെയൊക്കെ പിൻവലിച്ചുകൊണ്ട് ഭഗവാനിൽ ഉറപ്പിക്കണം ആ മനസ്സ്. ലോകമാണ് വിഷയം. ലോകത്തിലെ ഭോഗങ്ങളാണ് നമ്മുടെ വിഷയവസ്തുക്കൾ. അതിൽ നിന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചും മനസ്സിനെ നിയന്ത്രിച്ചും മാറ്റിക്കൊണ്ട് അതിനെ ഭഗവാനിൽ ഉറപ്പിക്കണം. അങ്ങനെ ആകുമ്പോഴ് പിന്നെ എന്നിൽ നിശ്ചലമായി നിർത്തുന്നു. അങ്ങനെ എന്നിൽ നിശ്ചലമായി നിർത്തുന്ന ആ കാര്യത്തിനാണ്, ആ പ്രക്രിയക്കാണ് യോഗം എന്ന് പറയുന്നത്. യോഗം എന്താണ്? ഭഗവാനുമായിട്ട് ചേരുക. യോഗം എന്ന് വെച്ചാൽ യോജിക്കലാണ്. ഭഗവാനുമായിട്ട് ഈ ജീവാത്മാവ് യോജിക്കുന്നതിനാണ് യോഗം എന്ന് പറയുന്നത്. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, എൻ്റെ ശിഷ്യന്മാരായ സനകാദികൾക്ക് ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. എൻ്റെ ശിഷ്യന്മാരായ സനകാദികൾക്ക് ഞാനിത് പണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഉദ്ധവരെ എന്ന് പറഞ്ഞു. അപ്പൊ ഉദ്ധവർ ചോദിച്ചു, അങ്ങ് ഏത് രൂപത്തിലാണ് സനകാദികൾക്ക് യോഗം ഉപദേശിച്ചത്? കൃഷ്ണനല്ലേ? അപ്പൊ എന്നാണ് അങ്ങ് പിന്നെ നമ്മുടെ അർജുനൻ ചോദിച്ചു പറഞ്ഞു, ഞാൻ സൂര്യന് വൈവസ്വമനുവിന് ഉപദേശിച്ചിട്ടുണ്ട്, സൂര്യന് ഉപദേശിച്ചിട്ടുണ്ടെന്ന് ഒരിക്കൽ കൃഷ്ണൻ പറഞ്ഞല്ലോ. അപ്പം അങ്ങിപ്പോഴല്ലേ ജനിച്ചിട്ടുള്ളൂ, സൂര്യൻ എത്രയോ കാലം നിന്നിട്ട് പിന്നെ എങ്ങനെയാ ഉപദേശിക്കാൻ ചോദിച്ചതുപോലെ ഉദ്ധവൻ ചോദിക്കുന്നു, അങ്ങ് ഏത് രൂപത്തിലാണ് സനകാദികളാണ് ആദ്യമുണ്ടായ ബ്രഹ്മപുത്രന്മാർ, 4 പേർ, ഭഗവാന്റെ മാനസപുത്രന്മാർ. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നുള്ള ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ അവർ ഒരിക്കൽ യോഗത്തിന്റെ സൂക്ഷ്മവും പരവുമായ സ്വരൂപത്തെക്കുറിച്ച് അവരുടെ അച്ഛനായ ബ്രഹ്മാവിനോട് ചോദിച്ചു. യോഗത്തിന്റെ സൂക്ഷ്മവും പരവുമായ സ്വരൂപം എന്താണ്? അപ്പം പ്രഭോ, മനസ്സ് രാഗാദിവശാൽ സ്വാഭാവികമായി വിഷയങ്ങളിൽ പ്രവേശിക്കുന്നു. വിഷയങ്ങൾ വാസനാരൂപേണ മനസ്സിലും പ്രവേശിക്കുന്നു. സംസാരമോചനം ആഗ്രഹിക്കുന്ന ഒരു മുമുക്ഷു വെച്ചാൽ മോക്ഷം പ്രാപിക്കുന്ന ആൾ, മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ, ഇതെങ്ങനെയാണ് വേർപെടുത്തുക എന്ന് ചോദിച്ചു. അപ്പം സ്വയംഭൂവും സൃഷ്ടികർത്താവും ആണെങ്കിലും ഭഗവാൻ ബ്രഹ്മാവ് ഏർപ്പെട്ടിരിക്കുന്ന എന്തിലാണ്? സൃഷ്ടികർമ്മങ്ങളിലാണ്. സൃഷ്ടികർമ്മം എന്ന് വെച്ചാൽ എന്താണ്? രജോ ഗുണപ്രധാനമാണ് അല്ലെ? അങ്ങനെ സൃഷ്ടിയാദി വ്യാപാരങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ട് മനസ്സങ്ങനെ വിഷലിപ്തമാവും, മനസ്സ് ശുദ്ധമാവില്ല. കാരണം രജോ ഗുണത്തിലാണ്. രജോ ഗുണമാണ് ഈ പ്രവൃത്തികൾ ഒരുപാട് ചെയ്യുന്നത്. അദ്ദേഹം സൃഷ്ടികർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിന് വിഷലിപ്തമായിരുന്നു, അതത്ര ശുദ്ധമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രഹ്മാവിന് ഈ ചോദ്യത്തിന് ഉത്തരം കാണാൻ പറ്റിയില്ല, ഉത്തരം പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം ബ്രഹ്മാവ് എന്നെ സ്മരിക്കും, ഭഗവാനെ സ്മരിച്ചു. ആദിനാരായണൻ മഹാദേവൻ ഭഗവാനെ സ്മരിച്ചപ്പം ഞാൻ ഹംസത്തിന്റെ രൂപത്തിൽ, ഒരു ഹംസരൂപേണ അവർ ഭഗവാന്റെ ബ്രഹ്മാവിന്റെ അടുത്ത് ഇതാണ് ഹംസഗീത എന്ന് പറയും. അങ്ങനെ ഭഗവാൻ സനകാദികൾക്ക് ഉപദേശിച്ചു കൊടുത്ത ഗീതയാണ് ഹംസഗീത. ഹംസരൂപത്തിലാണ് ഭഗവാൻ. അതുകൊണ്ട് ഹയഗ്രീവനായിട്ടും ഭഗവാൻ വന്നിട്ടുണ്ട്. ഹയഗ്രീവനായിട്ട് വന്നപ്പോൾ അഗസ്ത്യ മഹർഷിക്കാണെന്ന് ഉപദേശിച്ചതാണ് ലളിതാ സഹസ്രനാമം. അങ്ങനെ പല ഒരുപാട് അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് ഭഗവാൻ. അതിലൊന്നാണ് ഹംസം. ഹംസമായിട്ട് ഞാൻ ബ്രഹ്മാവിന്റെ സമീപത്തെത്തി. അവർ എന്നെ കണ്ട് പാദാദി വന്ദനം ചോദിച്ചു, അങ്ങ് ആരാണ്? അത്യന്ത ജിജ്ഞാസുക്കളായിരുന്ന മുനിമാരുടെ ചോദ്യത്തിന് ഉത്തരമായി ഞാൻ അവരോട് എന്താണ് പറഞ്ഞതെന്ന് നിനക്ക് പറഞ്ഞു തരാം എന്ന് പറയാണ് ഉദ്ധവനോട്. ആത്മവസ്തുവിന് നാനാത്വമില്ലെന്ന സമ്മതമെങ്കിൽ നിങ്ങളുടെ ഈ ചോദ്യം എങ്ങനെയാണ് യുക്തിപൂർവമാകുക? ആത്മവസ്തുവിന് നാനാത്വമില്ല, ആത്മാവ് എല്ലാം ഒന്നേ ഉള്ളൂ, ഏകം അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാണ്, അങ്ങ് ആരാണെന്ന് ചോദിച്ചതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം അവരും ഞാനും ഒന്ന് തന്നെയാണ്, എന്നിട്ട് അവര് ഞാൻ ആരാണെന്ന് ചോദിക്കുന്നു. ആത്മവസ്തു നിർവിശേഷമായിരിക്കെ ഉത്തരം പറയേണ്ട ഞാൻ എന്ത് വിശേഷ ഗുണത്തെ ആസ്വദിച്ചുകൊണ്ട് ഉത്തരം നൽകും? എനിക്ക് ഗുണങ്ങൾ ഉണ്ടെങ്കിലേ
വിഭിന്നത ഉണ്ടാവും, നാനാത്വം ഉണ്ടാവും. അതുകൊണ്ടാണ് ഭഗവാൻ അവരോട് പറഞ്ഞത്, ഏത് ഗുണത്തെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകണം? ദേഹത്തെ ഉദ്ദേശിച്ചാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ സർവ്വ ശരീരങ്ങളും പഞ്ചഭൂതാത്മകങ്ങളും ആ നിലയ്ക്ക് സമാനങ്ങളുമായിരിക്കെ അങ്ങ് ആരാണ് എന്ന നിങ്ങളുടെ ചോദ്യം അർത്ഥമില്ലാത്തതാണ്. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ദൃഷ്ടി കൊണ്ടോ ഇതര ഇന്ദ്രിയങ്ങളെ കൊണ്ടോ ഗ്രഹിക്കപ്പെടുന്നതെല്ലാം ഞാൻ തന്നെയാണ്, എന്നിൽ നിന്ന് അന്യമല്ല. മനസ്സ് വിഷയങ്ങളിലും വിഷയങ്ങൾ മനസ്സിലും പ്രവേശിക്കുന്നു. വിഷയങ്ങളും മനസ്സും എൻ്റെ അംശമായിരിക്കുന്ന ജീവന്റെ ഉപാധിയാണ്. അതായത് പരമാത്മാവിന്റെ അംശമായ ജീവാത്മാവിന്റെ ഉപാധികളാണ്, ഉപകരണങ്ങളാണ് ഈ മനസ്സും ഈ പഞ്ചേന്ദ്രിയങ്ങളും എല്ലാം. അതുകൊണ്ട് വീണ്ടും വീണ്ടുമുള്ള വിഷയ സേവ കൊണ്ട് മനസ്സ് വിഷയങ്ങളിലേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. മനസ്സ് കൺട്രോൾ ചെയ്യാതെ നിയന്ത്രിക്കാതെ വിഷയവാസനകൾ തന്നെ മുഴുകിയിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എൻ്റെ രൂപത്തെ ധ്യാനിച്ച് അതിനെ രണ്ടിനെയും വിടണം. വിഷയങ്ങളെയും വാസനാരൂപേണ മനസ്സിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിവൃത്തികളെയും ഒക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം. അവയിൽ നിന്നും വിലക്ഷണം വെച്ചാൽ വേർപെട്ട ജീവൻ അവയുടെ സാക്ഷിയാകുന്നു. സംസാരബന്ധം ജീവന് ഗുണബന്ധനം ഉണ്ടാക്കുന്നതായി കാണുന്നത് കൊണ്ട് അവസ്ഥാത്രയനും തുര്യനുമായി എന്നിൽ നിലയുറപ്പിച്ച് സംസാരബന്ധത്തെ വിടണം. ഭഗവാന് കാലാതീതനാണ്. അവസ്ഥാത്രയൻ, മൂന്ന് അവസ്ഥകൾ, അതായത് പിന്നെ എന്തൊക്കെ അവസ്ഥകളാണ്? മൂന്ന് അവസ്ഥകൾ: യൗവനം, വാർദ്ധക്യം, അങ്ങനെയുള്ള ഭഗവാന് അവസ്ഥകളൊന്നുമില്ല, ഗുണങ്ങളില്ല, ത്രിഗുണങ്ങളില്ല, മൂന്ന് അവസ്ഥകളില്ല, കാലങ്ങളില്ല, ത്രികാലങ്ങളില്ല. ഇതിനൊക്കെ അതീതനാണ് ഭഗവാൻ. അങ്ങനെയുള്ള തുര്യനാണ് ഭഗവാൻ. തുര്യനായ ഭഗവാനെ, ചൈതന്യ രൂപനായ എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് സംസാരബന്ധം പൂർണ്ണമായിട്ടും വിട്ടുകളയണം. അപ്പോഴോ വിഷയങ്ങൾ മനസ്സും തമ്മിലുള്ള ചേർച്ച നശിക്കും. അങ്ങനെ എന്നിൽ നിങ്ങളുടെ മനസ്സ് ഉറച്ചു നിൽക്കുമ്പോൾ മനസ്സിലെ വിഷയവാസനകളൊക്കെ അപ്രത്യക്ഷമാവും. അപ്പോഴും ബുദ്ധിയുടെ വ്യാപാരത്തെ തൻ്റേതെന്ന് തെറ്റിദ്ധരിച്ച് അഹങ്കാര നിമിത്തമാണ് ജീവന് ബന്ധനം ഏർപ്പെടുന്നത്. ബുദ്ധിയുടെ വ്യാപാരമാണ് ഈ വിഷയവാസനകളൊക്കെ മനസ്സിലുണ്ടാക്കുന്നത്. അതിനെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വൈരാഗ്യത്തോടെ സാക്ഷിയായ എന്നിൽ, ആത്മാവ് സാക്ഷിയാണ്, പരമാത്മാവ് സാക്ഷിയായ എന്നിൽ നിലയുറപ്പിച്ച് സംസാര ചിന്ത വെടിയണം. നിർഗുണനും നിരപേക്ഷനും സുഹൃത്തും ആത്മാവുമായി എന്നെ സമത എന്ന് വെച്ചാൽ സമനിലയോടുകൂടി, എല്ലാ സമയത്തും സമത്വത്തോടുകൂടിയും അനാസക്തിയോടുകൂടിയും ഗുണാതീതങ്ങളായ സർവഗുണങ്ങളും ആശ്രയിക്കുന്നു. ഇപ്രകാരം എൻ്റെ ഉപദേശത്താൽ സംശയം നിന്ന സനകാദികൾ പരമഭക്തിയോടുകൂടി എന്നെ സൽക്കരിക്കുകയും എന്നെ സ്തുതിക്കുകയും ചെയ്തു. ആ പരമ ഋഷികളാൽ സംഭൂജിതനും സംസ്കൃതനുമായ ഞാൻ സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോയി. അതാണ് ഭഗവാൻ ഉദ്ധവഗീത തുടങ്ങി വെച്ചത് വരെ നമുക്ക് നിർത്താം, അല്ലെങ്കിൽ എന്ന് വിചാരിക്കുന്നു. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു 5-10 മിനിറ്റ് കൂടുതൽ എടുത്തിട്ട് ഈ പോർഷൻ അങ്ങ് തീർക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സൈറാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈവ ബുദ്ധാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ജ്ഞാനേന മാർഗേണ മഹീമഹീഷാം. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.